السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. قال الله تعالى في القرآن المجيد. من صلى في الجماعة 40 يوما لم تفتح ركعة كتب الله له براءتين، براءة من النار براءة من النفاق. قال الله تعالى قال حبيبنا رسول الله صلى الله عليه وسلم: نعم صار طيف من أهوى فأرقني والحب يعترض لذاتي بالعالم. مولاي صل وسلم دائما عبدا على حبيبك خير للخلق كلهم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഉമ്മപ്പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖോജ മുഈനുദ്ദീൻ ജിസ്ദിൽ അജ്മീരി ഖദ്ദസല്ലാഹു ശിറഉൽ അസീസ് മഹാനവറുകളുടെ പേരിൽ ഉണ്ടാക്കടെ ഈ ഒരു മജ്ലിസ് ഏറ്റവും വലിയ മഹത്വമുള്ള ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. അല്ലാഹു ആനലക്കാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഔലിയാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ ചെന്നതുപോലെ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഏറ്റെടുത്ത ആൾക്കാർ, അവൻ തൃപ്തിപ്പെട്ട ആൾക്കാർ, അവൻ ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ടിക്കടാറ് ഔലിയാക്കന്മാർ. അൽഹംദുലില്ലാ, ഞങ്ങൾ എനിക്കുള്ള സംബന്ധിച്ചോടുത്തോളം ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളുടെ പേരിൽ തിങ്കൾ വർക്ക മൗലീദ് ജുമാഅൽ പിന്നെ നടന്നെങ്കിലും സാധാരണ ഔത്തുലെല്ലാം അധികമായിട്ട് മഹാനവറുകളുടെ പേരിൽ ഞാർച്ച നടക്കുന്നുണ്ട്. മഹാനവറുകളെ കേന്ദ്രീകരിച്ചിട്ട് പല ഭാഗത്തും അജ്മീർ സിയാറത്ത് ചെയ്യലുണ്ട്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ
സമ്മതം കൊടുത്തിട്ടു ഇന്ത്യക്ക് ദീനി പ്രചാരത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അജ്മീർ വലിയുള്ളാഹ്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദേശം ഹിജരി 5-ാമോ അല്ലെങ്കിൽ 6-ാമത്തെ വർഷത്തിലെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം, സ്വഹാബത്തുമായിട്ടുള്ള ഒരു കലക്ഷൻ ആ സമയത്തിലായിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖ് അവർക്ക് ഇന്ത്യക്ക് പോയിട്ട് ദീനി പ്രചാരം നടത്തുക വേണ്ടിയിട്ടുള്ള പെർമിഷൻ, ഇജാസത്ത് കൊടുക്കണേ. ആ ഒരു ഇജാസത്ത് എടുത്തിട്ട് മഹാനവറുകൾ ഇന്ത്യക്ക് വന്നിട്ട് ഊടവുള്ള വലിയ വലിയ ഇതര ധർമ്മത്തങ്ങളും അതുപോലെ സ്വധർമ്മത്തങ്ങളായ എത്രയോ രാജാക്കന്മാർ ഇവിടെ ആടളിത്താക്കിണ്ടിക്കട സമയത്തിലായിട്ടിക്കട് മഹാനവറുകളുടെ വരവ്. ഏകദേശം ചില്ലറ ആൽമാർ മാത്രമേ ഇസ്ലാം ദീൻ സ്വീകരിച്ച ഒരു സന്ദർഭമായിട്ട് ഇന്തുണ്ട്. എല്ലാ സമയത്തും അധികമായി രാജാക്കന്മാരെ അക്രമങ്ങളും അനാചാരങ്ങളും കൊല്ലകളും ബൊമ്പികളും നടന്നോട്ടിക്കടെ കാലത്തിലായിട്ടിക്കട് മഹാനോറുകളുടെ ആഗമന. ഈ ഇന്ത്യ ഉടനീളവും ബഹുമാനപ്പെട്ടവർ തന്റെ ശിഷ്യന്മാരെയും അതുപോലെ സ്വന്തമായിട്ട് ദീനീ പ്രചാരം നടത്തുന്നതല്ലാണ്ട് കൂടെ കഷ്ടപ്പെട്ടിട്ടുള്ള പാവത്തങ്ങ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശാന്തിയും സമാധാനവും കൊണ്ടുവന്ന മഹാനവറുകളായിട്ട് ശൈഖ് മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മിരി ഖദ്ദസല്ലാഹു തആല വശറഹുൽ അസീസ്. ഈ ആക്രമണങ്ങളും ബോംബുകളും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകൾ തന്റെ കറാമത്തോടുകൂടെ ഇവിടെ ഇസ്ലാം ദീന്റെ ആശയവും ആദർശവും പ്രചാരമാക്കിയ മഹാനവറുകൾ ഇന്ത്യത്തെ ഉടനീളവും അധികം ഇസ്ലാമിന് വേണ്ടിയിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് ഇന്ത്യത്തിൽ ഇസ്ലാമിന്റെ ഒരു നല്ല ഒരു സംഖ്യ ഒരു മെമ്പർസ്മാർ എല്ലാവരും അവിടെ ആരെയും നിർബന്ധിക്കലില്ല, ആരെയും അടിക്കലില്ല, ആരെങ്കിലും അടിച്ചമർത്തലില്ല, ആരെങ്കിലും ദരോടയാക്കലില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്വത്ത് വലിച്ചെടുക്കലില്ല. എല്ലാം അങ്ങ് ഇസ്ലാം ദീൻ സ്വീകരിച്ചത് മഹാനവറുകളുടെ നല്ല സ്വഭാവ ഗുണങ്ങൾ കണ്ടിട്ടായിട്ടിക്കട്, അവിടുത്തെ ആധ്യാത്മികത കണ്ടിട്ടായിട്ടിക്കട് മഹാനവറുകൾ ആ അത്രയും ഇസ്ലാം ദീൻ പ്രചാരമാക്കിയത്. ചില സമയത്തിലെല്ലാം രാജാക്കന്മാരുടെ സമ്പൂർണമായ എതിർപ്പുണ്ടായ സമയത്ത് മഹാനവറുകളുടെ ഏറ്റവും വലിയ വന്നമായ കറാമത്തുകളെ കൊണ്ട് അവിടെയുള്ള രാജാക്കന്മാർ പോലും സമ്പൂർണമായിട്ട് സലണ്ടർ അവിടെ എനിക്ക് എത്രയോ മഹാനവറുകളെ കറാമത്ത് ഞങ്ങളെ മുന്നിലുണ്ട്. ഇന്ത്യ അജ്മീർക്ക് പോയി അങ്ങ് എല്ലാവരും നോക്കിയ ഏറ്റവും വലിയ ഒരു കുളം, ആ കെര എല്ലാവരും പോയി അവിടെ തന്നി കുടിക്കലുണ്ട്. അവിടുത്തെ ബർക്കത്ത് വേണ്ടിയിട്ട് അതില്ലേ വലിയൊരു കറാമത്തുള്ള ഏറ്റവും വലിയ ബർക്കത്തുള്ള ഒരു കെരയല്ലേ അത്. അതെല്ലാരും ഗുത്തുള്ളവർ ഏറ്റവും വലിയ ഒരു കെരായിട്ടിക്കട് ഒരു കൊലമായിട്ടിക്കട് അത്. കാരണം മഹാനവറുകൾ ദീനീ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള രാജാവ് അയാളുടെ ഈ പ്രചാരം ഒന്ന് നിപ്പാട്ടണു ചെന്ന സമയത്ത് ഇവിടെ ഈ മഹാനവറുകൾക്ക് ദീനീ പ്രചാരത്തിലുള്ള എല്ലാ പ്രവർത്തനത്തിലെ ഒന്ന് സ്റ്റേ ആക്കുക വേണ്ടിയിട്ട് മഹാനവറുകൾ നടത്തുകൊണ്ടുള്ള കാര്യപ്രവർത്തനത്തുക
സ്റ്റേ ആക്കോ വേണ്ടിയിട്ട് പ്രത്യേക സമയത്തായിട്ടിക്കട് ആ രാജാവുടെ ഉത്തരവ് അവിടെയുള്ള എല്ലാരും ആശ്രയിക്കടെ ആ കരട് തന്നി ഒരൊറ്റ ഒരാളും രാജാവുടെ സമ്മതം ഇല്ലാണ്ട് തൊടുകു തീരാച്ചന്റെ ഉത്തരവ് വന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ടവരോട്ട് വന്നിട്ട് റായത്തങ്ങ ചെല്ലാറ് ഈ കരട് തന്നി അവൻ സമ്മതം കൊടുക്കാത്ത രാജാവ് സമ്മതിക്കാത്ത ഒരൊറ്റവരാലും ആ തന്നി എടുക്കുക തീരാച്ചെന്നുള്ള ഉത്തരവ് രാജാവിന്റെ ഭാഗത്തിൽ വന്നു ചെന്ന സമയത്ത് മഹാനവറുകൾ തന്റെ ഒരു ശിഷ്യനെ വിളിച്ചു ചെല്ല്, ഓ അത് വലിയ വിഷയമൊന്നുമല്ല, നീ പോയിട്ട് അതാ ഒരു കിണ്ടി അതായത് ഒരു ചൊമ്പ് കൊടുത്തോട്ട് ആ ശിഷ്യ അവിടെയുള്ള തന്നി ഒന്ന് കൊരിയെടുത്തോണ്ട് പറഞ്ഞു. ആ ശിഷ്യൻ പോയിട്ട് ആ ചൊമ്പുര തന്നി ഇങ്ങനെ എടുക്കുമ്പോ ആ കരളുള്ള തന്നിയെല്ലാം ആ ചൊമ്പില് നിക്ഷേപായി പോയിട്ട് ആ ചൊമ്പിൽ ഫുള്ളായി പോയിട്ട് കര സമ്പൂർണമായി ബത്തി പോയിട്ട് അവിടെയുള്ള രാജ്യത്തെ ആൾക്കാർ പോയിട്ട് രാജാവിനോട്ട് വിഷയച്ചെല്ലാറ് ഇങ്ങനെ വിഷയായിട്ട് അവിടെയുള്ള കരട് സമ്പൂർണമായിട്ട് തന്നി അത് സമ്പൂർണ്ണ ബത്തി പോയിട്ട് അതുകൊണ്ട് നമുക്ക് തന്നി കുടിക്കുകയില്ല, തന്നിയുടെ സൗകര്യങ്ങള് തന്നിക്ക് ആവശ്യമുള്ളതൊന്നും പ്രാഥമികമായ ഒരു സൗകര്യവും ഇല്ലാണ്ട് വലിയ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യന്മാർ ചെല്ലുമ്പോ അതാ രാജാവ് വിഷയം മനസ്സിലാവുടു. നാന് എടുത്ത ഈ തീരുമാനം വളരെ തപ്പായിട്ടിക്കട്, നാനെടുത്ത തീരുമാനം റോങ് ആയിട്ടിക്കട്. കാരണം ഈ മഹാനവറുകളെ എതിർത്തിട്ടുള്ള ഈ ഒരു കാര്യവും ഇവിടെ നടക്കില്ല ചെന്ന് മനസ്സിലാക്കിയ ആ രാജാവ് പിന്നെയും ആ തീരുമാനത്തെ ഒന്ന് ചേഞ്ചസ് ആക്കിയിട്ട് 6 പേനുകളും തന്നിയെടുക്ക എന്ന രൂപത്തിൽ അതാ ആ രാജാവുടെ ഒരാളുടെ ഈ മഹാനവറുകളെ മുട്ട കടുത്തറ നങ്ങാക്കിയ ഇവർ തീരുമാനം ഇത് വളരെ തപ്പായിട്ടിക്കട്. അതുകൊണ്ട് ഇതൊന്ന് തിരിച്ചു തരണോ, ആ തന്നിയൊന്ന് തിരിച്ചു തരണോ ചെന്നിട്ട് ആ മഹാനവറുകളെ മുട്ട വന്നിട്ട് അതാ മാഫ് കേട്ട സമയത്തായിട്ടിക്കട് വീണ്ടും ആ തന്നി കൊലത്തുക പോയിട്ട് അതിനെ ഒയ്ക്കുക വേണ്ടിയിട്ട് ബീത്തുക വേണ്ടിയിട്ട് മഹാനവറുകൾ കൽപ്പിക്കട്. ആ കൽപ്പിച്ച ഉടനെ തന്നിയപ്പത്തുപോലെ മീഫുല്ലാവുടു. ഇതിത്ര എത്രയോ കറാമത്തുകളായിട്ടിക്കട് അജ്മീരിലും അതിന്റെ തല ഭാഗത്തിലും മഹാനവറുകൾ കാട്ടി തന്ന ഏറ്റവും വലിയ മഹത്വമായ കറാമത്തുകൾ അങ്ങനെ ചെല്ലുക പലതുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കന്മാർ ചെന്നില്ലേ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെട്ട സമയത്ത്, അല്ലാഹുമായിട്ട് സമ്പൂർണമായിട്ട് ലയിച്ച സമയത്ത്, അല്ലാഹുമായിട്ട് ഇബാദത്ത് എടുത്ത് അല്ലാഹുമായിട്ട് അവർ നിരന്തരമായി സമ്പർക്കത്തിലായ സമയത്ത്, അല്ലാഹു അങ്ങനെ ഇഷ്ടപ്പെട്ട സമയത്ത് അല്ലാഹു വലിയ സ്ഥാനമാണ് അല്ലാഹു തആല കൊടുക്കട. അല്ലാഹു തആല വലിയ ഇസ്സത്ത് അല്ലാഹു തആല കൊടുക്കട. അതുകൊണ്ട് അല്ലാഹു തആല ചെന്നു ലാ ഖൗഫുൻ അലൈഹിം, അങ്ങൊരു പേടിയുമില്ല, അങ്ങൊരു വ്യസനവുമില്ല, അങ്ങ് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത്രയും നല്ല നിലക്കുള്ള ഫ്രീയായ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല കൊടുക്കട്ടെ. അല്ലാഹു തആല ഏതെങ്കിലും ഒരു ഔലിയായിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലാഹു തആല ചെന്നില്ലേ അങ്ങനെ കൈ നാനാവുടെ, അങ്ങനെ ബായി നാനാവുടെ, അങ്ങനെ കാല് നാനാവുടെ, അങ്ങനെ എല്ലാ ശരീരം സമ്പൂർണമായിട്ട് അല്ലാഹുമായിട്ടുള്ള കലക്ഷൻ ആവുടും. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് അതാ എത്രയോ 1000 കിലോമീറ്റർ അപര ശത്രുക്കളോട് യുദ്ധം ചെയ്യുക വേണ്ടിയിട്ട് പോയ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു സ്വഹാബി, ആ സ്വഹാബി അതാ
1000 കിലോമീറ്റർ അപ്പുറം യുദ്ധത്തിന് വേണ്ടി പോയ സ്വഹാബികൾ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് മിമ്പറിൽ വെച്ചിട്ട് ഉണർത്തില്ലേ, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ, ഏ സാരിയ നിന്റെ മുന്നിലുള്ള നിന്റെ പിൻവശത്തിലുള്ള ആ പർവ്വതത്തെ ഒന്ന് നീ സൂക്ഷിക്കണോ. ചെന്നിട്ട് അതാ ശത്രുക വന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് അതാ ബഹുമാനപ്പെട്ട തിരിഞ്ഞു നോക്കിയിട്ട് ആ ശത്രുകളുമായിട്ട് പോരാടിയിട്ട് വിജയം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനമാനായിട്ട് കിടാത്. അങ്ങനെ കണ്ണ് നാനാവിടെ, അങ്ങനെ കൈ നാനാവിടെ, അങ്ങനെ കാല് നാനാവിടെ എന്നിട്ട് അല്ലാഹു തആല ചെന്നില്ലേ. അതേല്ലേ ഞങ്ങളെ ഉല്ലാലത്തിൽ പോലും ഞങ്ങ ദർഗ സിയാറത്ത് ചെന്നിട്ട് സാധാരണ പോവലില്ലേ. ആ ബഹുമാനപ്പെട്ട ഷരീഫ് മദനി വലിയുല്ലാഹ് വലിയ കറാമത്തുള്ള മഹാനല്ലേ. മദീനത്തിൽ നിന്നിട്ട് ഉല്ലാലത്തേക്ക് വന്നത് എത്ര വലിയ കറാമത്തല്ലേ. ഏതെങ്കിലും ഒരു വിസം എടുത്തിട്ടല്ല, ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ വന്നതല്ല, ഏതെങ്കിലും ഒരു പിന്നെ കപ്പലിലോ അല്ലെങ്കിൽ വന്നതല്ലല്ലേ. മഹാന്മാരായ മുന്നലത്തെ മുൻഗാമികളായ ആൾക്കാർ പടിപാടി കൊടുക്കുന്നത് അങ്ങ് പടിപാടി തണ്ടത് ആ മദിന തങ്ങ മദീനത്തിൽ നിന്നിട്ട് ഉല്ലാലത്തേക്ക് വന്നത് കേവലം ഒരു മുസല്ല വിരിച്ചിട്ട് അതിൽ നിസ്കരിച്ചുകൊണ്ടും അതിൽ ഇബാദത്തെടുത്തിട്ടായിട്ടിക്കട് ഒരു കടലിന്റെ മേലെ മുസല്ല വിരിച്ചിട്ടാണ് മഹാനവറുകൾ ഈ ഉല്ലാലത്തെ ചെല്ല പക്കത്ത് ആണുങ്ങളെ ബാംഗ്ലൂർക്ക് വന്നെത്തിയത്. ഇതെല്ലാം നാ ചെന്നത് ഔലിയാക്കന്മാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുമ്പോ അല്ലാഹു തആല അങ്ങ് സമ്പൂർണമായ പെർമിഷൻ അല്ലാഹു തആല കൊടുക്കണം. അങ്ങനെ എത്രയാണ് കറാമത്തുകളുള്ളത്. സാധാരണമായിട്ട് ഞങ്ങ കാലിക്കറ്റ് അതായത് ഞങ്ങ സിഎം വലിയുള്ളാഹിനെ മുട്ട സാധാരണ പോലുണ്ട് മടവൂർ വലിയ കറാമത്തുള്ള മഹാനല്ലേ. ആ മഹാനവറുകൾ കോഴിക്കോടിൽ കാലിക്കറ്റിൽ താമസിക്കുന്ന സമയത്ത് സാധാരണമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മഹാനവറുകളെ കാണലില്ല, നിസ്കരിക്കുന്ന സമയത്ത് കാണലില്ല. എന്തേ ലുഹുർ സമയത്തിലോ അല്ലെങ്കിൽ അസർ സമയത്തിലോ ചിലപ്പോൾ അപ്രത്യക്ഷമാണ് അവിടെ ഒരു ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. ആ സമയത്തിലായിട്ട് പറഞ്ഞാല് മഹാനവറുകൾ കാലിക്കറ്റിൽ താമസിക്കുന്ന സമയത്ത് അതാ തന്റെ ഒരു ഉമ്മകു ഒരു മോണ് കോലാക്കി വിളിക്കടെ കോലാക്കിട്ട് ചെല്ലെ ഉമ്മ ഇതാ ഇപ്പണാണ് സിഎം വലിയുള്ളാഹിനെ കണ്ടെ, നാണ് കൈ പിടിച്ചിട്ട് ചുംബിച്ച് നാണ് സിഎം വലിയുമായിട്ടുള്ള സന്ദർശനം നടത്തിയ. എവിടെ മോനെ ചെന്ന് കേൾക്കുമ്പോ അതാ കഅബത്തെ പരിസരത്തിലായിട്ട് നാണ് ഉംറ ചെയ്യുക പോയ സമയത്ത് ആ ബഹുമാനപ്പെട്ടവരെ നാണ് കാണുക സാധ്യമായിട്ടു. ഉമ്മ ചെന്ന് ചെല്ലുന്ന സമയത്ത് അതാ ഉമ്മ ചെല്ല് ഇപ്പൊ ഒരു അരഗണ്ട മുന്നലല്ലേ ഇതാ നാനും നിന്റെ ഔത്രകവും പോയിട്ട് സന്ദർശനാക്കി വന്നത്. നീ എങ്ങനെ കണ്ടുപോയാലേ ഈ അവിടെ അത്ര വേഗം മക്കത്ത് അയാൾ എത്തിത്താ ചെന്നിട്ട് അതാ അയാൾ മോണിങ്ങനെ ചെല്ലുന്ന സമയത്ത് ഇവിടെ ഏറ്റവും വലിയ മനസ്സിലാക്കുള്ളത് അങ്ങനെ ഇരിച്ച സമയത്ത് എത്രയോ ദൂരത്തിൽ പോയിട്ട് എത്ര ഔലിയാക്കന്മാർ ആ ഔലിയാക്കന്മാരുടെ തണലിലായി അങ്ങനെ ആദർശങ്ങളായി ജീവിക്കുള്ള തൗഫീഖ് അല്ലാഹു തന്നു നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടില്ലേ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു ഞങ്ങളെ ഏറ്റവും വലിയ ഞങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും കറാമത്തുള്ള മഹാനല്ലേ. ആ മഹാനവറുകളുടെ കറാമത്ത് ഇത് ഔലിയാക്കന്മാർ ആ ഔലിയാക്കന്മാരുടെ ലോകം ചെന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് വേണ്ടിയിട്ടുള്ള ഏറ്റവും കലക്ഷന് അങ്ങുമായിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഒരു ബന്ധം ആ പുലർത്തുന്ന സമയത്ത് അല്ലാഹു തആല ഞങ്ങളെ ഈമാൻ സലാമത്താവുള്ള ഒരു മാർഗമാണത്. അല്ലാഹു ആനൽക്കാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ സാധാരണമായി റായത്തുല് ജമാഅത്തായി നിസ്കരിക്കുന്നത് കാണില്ല. അപ്പോ റായത്തിലെ ആൾക്കാരെല്ലാം ചൊല്ലവും തുടങ്ങിയാറ്. എന്ത് നിങ്ങ ജമാഅത്ത് സാധാരണ ഇക്കലില്ല, നിസ്കരിക്കോ നിങ്ങൾ ഇക്കലില്ലല്ലേ, ജമാഅത്ത് നിങ്ങൾ കാണലില്ല.
അപ്പൊ ഒരാൾ വന്നിട്ട് മഹാനവറുകളോട് ചെന്ന്, നിങ്ങളെ മേലെ ഒരു റായത്തിൽ കംപ്ലൈന്റ് ഉണ്ട്, നിങ്ങൾ വലിയൊരു വലിയാണ്, നിങ്ങൾ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ്, മാത്ര നിങ്ങളെ നിസ്കാരത്തിലെല്ലാം കാണലില്ലേ? അപ്പൊ മഹാനവറുകൾ ചെന്ന് അപ്പമേ ഒരു പലക്കം ചെന്ന്, നീ പോ ചെല്ലുമ്പോ ഇയാളില്ല, അലക്കാൽ അവിടെ കാണ്ടയില്ല. പിന്നെ ഇയാൾ പോയിട്ട് എത്രയോ കിലോമീറ്റർ അപ്പറ ഒരു മർഭൂമിൽ പോയിട്ട് അയാൾ പോയിട്ട് എത്തിട്ട് ആ മർഭൂമിൽ നോക്കുമ്പോ അവിടെ ഒരൊറ്റ ഒരാളും കാണുകയില്ല, അവിടെ ആരും കാണില്ല. ഇയാൾ വലിയ ബേജാറിലേക്ക്, ഞാൻ എന്തിക്കുവാ ഇങ്ങനെ ചെല്ലോ പോയോ, എന്റെ അവസ്ഥ എന്തരേ, ഞാനിപ്പോ എന്താക്കണായി പോയിട്ട് ഇങ്ങനെ ബാല് ബേജാറിൽ ഇങ്ങനെ അപ്പറ ഇപ്പറ നോക്കിയിട്ട് ഒരിങ്ങനെ പോയിട്ട് മറുത്താടിയിൽ ഇങ്ങനെ തെച്ച് ബേജാറിൽ തെച്ചോണ്ടിക്കണ സമയത്തായിട്ടിക്കട് ആ മഹാനവറുകളെ മുട്ടവർ വയസ്സായ ഒരു നല്ല മുഖം നല്ല ശോഭിക്കടേ ഒരു വയസ്സായ ഒരാൾ പണ്ട് വന്നിട്ട് പരസ്പരം കുശലോപരിയായിട്ട് പലക്കവരെ ഇങ്ങനെ സലാമെല്ലാം ചെന്നിട്ട് വിഷയങ്ങളെല്ലാം ചെന്നൽ പിന്നെ ആ മഹാനവറുകൾ കേക്കട്, നീ എവിടെ വന്നോ, നിന്റെ അവസ്ഥ എന്തരേ, എന്തായിട്ട് നിന്റെ സ്ഥിതിഗതി ചെല്ലുമ്പോ ഇയാൾ ചെല്, ഞാൻ ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ ബദവി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ റായത്തോനായിട്ടിക്കണേ. ആ റായത്തില് ആ മഹാനവറുകളുടെ വലിയ കറാമത്തുള്ള വലിയ ശൈഖാനയാല് അയാളുടെ വിഷയത്തിൽ ചെറിയൊരു അപപ്രചാരം നടന്നപ്പോ അയാളോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു അപപ്രചാരം നിങ്ങളെ പേര് ഉണ്ടു ചെന്ന സമയത്ത് അയാൾ നീ പോ ചെന്ന സമയത്തായിട്ടിക്കട് നാണോടെ വന്നിത്തിനോ നക്കെന്തെങ്കിലും സലാമത്താവിടെ മാർഗമുണ്ടാ. അപ്പോഴായിട്ടിക്കട് ആ വയസ്സായ ആ ശൈഖ് ആ നല്ല മുഖം നല്ല ഗാംഭീര്യമുള്ള നല്ല പ്രകാശിക്കുന്ന മുഖമുള്ള അയാൾ ചെണ്ട്, നീന് കൊറിയ അപ്പറ നടന്നോട്ട് പോണോ. ആ കൊറിയ അപ്പറ നടന്നിട്ട് പോയിട്ട് ഒരു ഗുഡിസലവിടെ നീ കാണിക്കവിടെ ഒരു പള്ളി കാണൂ. ആ പള്ളിയിൽ പോയിട്ട് നീ തെച്ചിട്ട് ഇബാദത്തെട്, നിന്റെ എല്ലാ സമസ്യകളും നിന്റെ എല്ലാ ബേജാറുകളുടെ പരിഹാരമുണ്ട്. ഈ വയസ്സായ ഒരാൾ ചെന്ന രൂപത്തിൽ അയാൾ ചെന്നതുപോലെ അയാൾ അവിടെ നടന്നുകൊണ്ട് പോയിട്ട് ആ പള്ളിയിൽ പോയിട്ട് അയാള് തെച്ചോറ് മൂലയിൽ പോയിട്ട് തെച്ചിട്ട് അയാൾ ഇബാദത്തെടുക്കുക തുടങ്ങട്. ആ സമയത്തിലായിട്ട് ഇങ്ങനെ കൊറിയ നേരാവുമ്പോ അതാ ശബ്ദം കേൾക്കട്, വലിയൊരു ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോ ഗുമ്പായിട്ട് അതാ നിറഞ്ഞ ആൾക്കാർ, നല്ല ഡ്രസ്സുധാരികളായ നല്ല വെളുത്ത ഡ്രസ് ഇട്ട നല്ല തലകെട്ട് കെട്ടിയ കയ്യിൽ നല്ല തസ്ബീഹുള്ള സപ്പായിട്ട് ഈ പള്ളിയിൽ നിസ്കരിക്കോ വേണ്ടിയിട്ട് ലുഹുർ നേരത്തെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടുള്ളാറ്. കാണുമ്പോ അങ്ങനെ ഒരു മനുഷ്യരുടെ രൂപത്തിൽ കാണില്ല, അങ്ങനെ ഒരു വിശേഷമായ വ്യക്തികളായിട്ട് കണ്ട് ഇയാൾക്ക് വലിയ പേടിയായിട്ട് പിന്നെയും പള്ളിയോടൊരു മൂലയിൽ പോയിട്ട് അടങ്ങി ഒതുങ്ങിയിട്ട് അയാൾ ഇങ്ങനെ നീക്കിട്. ആ സമയത്ത് നല്ല അല്ലാഹുവിന്റെ തസ്ബീഹ് ചെന്ന ആൾക്കാർ ആ പള്ളിയിൽ വന്നിട്ട് സപ്പായിട്ട് ദൈക്കു തുടങ്ങണാറ്. ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അതാ ലുഹുറിന്റെ ബാങ്ക് കൊടുക്കണു. ലുഹുർ ബാങ്കായിട്ട് എല്ലാരും സുന്നത്ത് നിസ്കരിച്ചിട്ട് അതാ ഇഖാമത്ത് നേരാവുടെ സമയത്തില് അതാ ഇഖാമത്ത് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഇമാമത്ത് ആര് ചെന്നിട്ട് ഇയാൾ നോക്കുമ്പോ അതാ നീ പോച്ചെന്ന് കടുത്തിയ ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പ്രത്യക്ഷമാവുടു. അതാ അയാള് ആ അവിടെ പ്രത്യക്ഷമായിട്ട് പിന്നെ പോണ്ടത് മെഹ്റാബിന്റെ അവിടെ ആയിട്ടിക്കട് പോയിട്ട് ഇമാമത്ത് നിക്കട്. അതാ ഇമാമത്ത് നിന്നിട്ട് നിസ്കരിക്കോ തുടങ്ങട്. അങ്ങനെ ഇയാളും വലിയ സന്തോഷത്തോടുകൂടെ പോയിട്ട് നിസ്കരിച്ചിട്ടായ ഉടനെ
നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ദുആഎല്ലാം കഴിഞ്ഞ ഉടനെ പോയിട്ട് മഹാനവറുകളെ കൈപിടിച്ചിട്ട് കേക്കട് നിങ്ങൾ ഇവിടെ വന്നെത്തിയാറാ അതേ നിന്റെ സംശയം ഇപ്പൊ തീന്തല്ലേ എന്തുകൊണ്ട് അഹ്മദുൽ ബദവി റഹിമഹുല്ലാഹ് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാത്തത് പള്ളിയിൽ വന്ന് എന്തുകൊണ്ട് നിസ്കരിക്കില്ല ചെന്നിട്ടുള്ള സംശയം തീന്നില്ലേ ഇനി നീ എന്താക്കടേ ഉടമേ താമസിക്കടേ ഇവിടെ ഇത് വന്ന ആൽമാർ ഇത് ജിന്ന് വർഗമായിട്ടിക്കട് ജിന്ന് വിഭാഗം ഇവിടെ എപ്പോഴും ഇബാദത്ത് എടുക്കടേ അങ്ങ് താമസിക്കട പക്കമായിട്ടിക്കട ഈ മറുഭൂമി ഇവിടെ ഇമാമത്ത് നിക്കുള്ളവർ പെർമിഷന് ഇമാമത്ത് വേണ്ടിയിട്ട് നിയമിച്ചവർ ആള് നാനായിട്ടിക്കട നിരന്തരമായി എല്ലാ സമയത്തും ഇവിടെ വന്നിട്ട് ഇമാമത്ത് നിക്കട ഒരു ഡ്യൂട്ടിയായിട്ടിക്കട നക്ക് അപ്പൊ അയാൾ കേട് എനിക്കിപ്പോ ഉടമേതേക്കോ മനസ്സാ ഇവിടെ ഇങ്ങോട്ട് കൂടിയിട്ട് ഇബാദത്ത് എടുത്തിട്ട് ഉടമേതേക്ക് ആ പസാതേറിയ ഫിത്നയേറിയ പക്കത്തേക്ക് പോണ്ടേ പിന്നെയും അപ്പൊ അയാൾ ചെല്ല് ഓർക്കനക്കൊന്നക്ക് റായത്ത് പോയിട്ട് എത്തി കിട്ടിയേ മെയ്യാവും എങ്ങനെങ്കിലും റായത്ത് കടത്തി വിടണു നാനൊന്ന് സലാമത്താവിടെ അതാ മഹാനവറുകൾ ചെല്ല് അതേപോലെ ഇനിയിപ്പോ അത്രമാത്രമായിട്ട് കിട ചെല്ലേ ആ ചെന്ന നിമിഷത്തിൽ അയാൾ റായത്ത് പോയിട്ടെത്തിരു അതായിട്ട് കിട ഔലിയാക്കന്മാരുടെ കറാമത്ത് അതാണ് ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും മഹാനവറുകളുടെ പേരിൽ എപ്പോഴും സാധാരണമായിട്ട് കുതുബിയത്തും ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലേ എന്ത് വേണ്ടിയിട്ട് സാധാരണമായിട്ട് മഹാനവറുകൾ ചെന്നില്ലേ ഔലിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഔലിയാക്കന്മാരുമായിട്ടുള്ള കലക്ഷൻ അത് നിങ്ങളെ ആഖിറത്തെ സലാമത്താവു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണത് അതുകൊണ്ടാണ് നിങ്ങൾ സാധാരണമായിട്ട് തിങ്കൾ കൊടുക്ക ഔലിയാക്കന്മാരുടെ നിങ്ങൾ സ്മരിക്കടേ ഔലിയാക്കന്മാരുടെ മൗലൂദ് ഓതുരേ ഔലിയാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ സ്ഥാപിക്കടേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഞങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് അവൻ ആ ഔലിയാക്കന്മാരുടെ പെരുസംബയിക്കട സമയത്ത് ആ അങ്ങനെ ഇഷ്ടപ്പെട്ട ആൽമാർ ആവുമ്പോ അങ്ങനെ റൂട്ട് നിങ്ങൾ സ്വീകരിക്കണമായിട്ടിക്കണോ നാനും ഞാൻ എന്റെ പ്രസംഗത്തിൽ ചെന്നില്ലേ ദുനിയാവല്ലങ്ങ് ജീവിക്കണ സമയത്ത് ഇങ്ങനെ ബിക്കാബിറ്റിയായിട്ട് എങ്ങനെങ്കിലും ജീവിച്ചെങ്കിൽ മെയ്യാവൂ ചെന്ന് വിചാരിക്കണതല്ല ഞങ്ങൾക്കൊരു ഗുരിയുണ്ട് ഞങ്ങൾ മുസ്ലിമിങ്ങളായ ഞങ്ങൾക്കൊരു ഗുരിയുണ്ട് അതല്ലേ പരലോകമായ ജീവിതം അതല്ലേ ഞങ്ങളെ ശാശ്വതമായ ജീവിത ആ ജീവിതമല്ലേ ഞങ്ങളെ ശാശ്വത ആർക്കും അതില് സംശയം ഇല്ലല്ലേ അതേയല്ലേ സാധാരണമായിട്ട് ഓരോ സൂറത്ത് മുൽക്കു സൂറത്തിൽ ഞാൻ മുഞ്ഞാണ്ട് ഓതിപ്പിച്ച ആയത്ത് ഇന്നല്ലദീന യഖ്ശൂന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ ഇന്നല്ലദീന യഖ്ശൂന റബ്ബഹും ഒരു വിഭാഗം ആൾക്കാരുള്ളാര് അങ്ങ് എപ്പോഴും യഖ്ശൂന റബ്ബഹും അങ്ങ് അല്ലാഹുടെ അങ്ങ് എപ്പോഴും അങ്ങ് പേടിക്കിടാറ് അല്ലാഹുടെ പേരിൽ അങ്ങ് എപ്പോഴും പേടിയുണ്ട് എങ്ങനെയാണ് അങ്ങ് പേടിയുള്ളത് ബിൽ ഗൈബ് അങ്ങ് ഇണ്ടുവരേക്കും കാണാത്ത ആ പരലോകത്തെ ജീവിതത്തെ പേടിയാണ് ഞങ്ങ മരിക്കുകൊണ്ടു ഞങ്ങൾ ആരുമില്ലാത്ത സഹായിക്കുകയില്ലാത്ത കബറിൽ പോയി കിടക്കുകൊണ്ടു അവിടെ ഞങ്ങു മുൻകർ നക്കീർ അലൈഹിസ്സലാം ചെന്ന ജന്ന മലക്ക് വന്നിട്ട് ഞങ്ങളോട്ട് ചോദ്യം കേൾക്കുകൊണ്ടു അവിടെ വന്നിട്ട് മൻ റബ്ബുക വമാ നബിയുക വമാ ദീനുക വമാ ഇമാമുക ചെന്നിട്ട് ഓരോ ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതൊക്കെ തനതായ രൂപത്തില് ഞങ്ങൾക്ക് ആൻസറാക്കുകൊണ്ടു അവിടെ ആരും ബാക്കിയാവുകയില്ല ഇവിടെ ഏത് ധർമ്മത്തവനാവട്ടെ ഏത് മതസ്ഥവനാവട്ടെ അങ്ങ് എല്ലാവർക്കും ഇതുണ്ട് ചെള്ള വിശ്വാസമുണ്ട്
യഖ്ശൂന ബിൽ ഗൈബി, അവൻ ആ ഗൈബിയായ കാര്യത്തെ കൊണ്ട് അവൻ വിശ്വസിക്കടാ. അവൻ നിനക്ക് മഅ്ശറത്ത് പോകുണ്ടു, മഅ്ശറത്തിൽ നിനക്ക് അവിടെ പോയിട്ട് നിൽക്കുകൊണ്ടു. നന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇത്. നമുക്കുണ്ട് ഇതെല്ലാം ചിന്തിക്കുള്ള സമയമില്ല. പള്ളിയിൽ ഇമാം ഏതെങ്കിലും വില്യാസനുണ്ടെന്നോ 10 നിമിഷം പ്രസംഗിക്കുമ്പോ അതിറൊന്ന് കേൾക്കുള്ള സമയം ഞാറണങ്ങില്ല. ഏതെങ്കിലും ഒരു പോണിഞ്ഞിനാൽ ഒരു സ്വലാത്ത് നടക്കുമ്പോ ആ സ്വലാത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ കടത്തി കൊടുക്കുള്ള മനസ്സിനങ്ങില്ല. എന്റെ ഉമ്മ ബാപ്പ ഇറങ്ങമാറും മൂത്തകന്മാര് എല്ലാരും മുലാജിയായിട്ടേ ജീവിക്കടല്ലേ. മോന്റെ പേടിയാണ്, മോലെ പേടിയാണ്. ഇന്നങ്ങോട്ട് എതിർന്നിട്ടൊരു മോ ബാപ്പകു ഗദർശവാവുന്ന പേടിവാട്ടകുള്ള കപ്പാസിറ്റി എന്റെ ഞങ്ങളെ ബാപ്പകില്ല, എന്റെ ഉമ്മകില്ല, ഞങ്ങളെ പെങ്ങമാറുകില്ല, മൂത്തകമാറുകില്ല. പണ്ടൊരു കാലം ഇന്നില്ലേ. ബാപ്പടെ കാണുമ്പോ പേടിയല്ലേ. ബാപ്പടെ എതിർല് നിന്നിട്ട് പലക്കവരുടെ അവസ്ഥ അണ്ടുണ്ടാ. ഉമ്മടോട്ട് കറക്റ്റ് പലക്കവരുടെ നിങ്ങൾ രണ്ടൊരു അവസ്ഥ അണ്ടുണ്ടാ. ഇന്ത്യ വയസ്സിറങ്ങ അല്ലെങ്കിൽ ഒരു 40 വർഷം എങ്ങളിട്ടൊന്ന് നിങ്ങൾ കേട്ടു നോക്കറു. ഒന്നാല് ഒരു വക്ത് നിസ്കാരം മാത്രം നിസ്കരിച്ചില്ലെങ്കിൽ എത്ര അടിയല്ലേ കിട്ടിയോണ്ടിന്നത്, എത്ര പറച്ചലല്ലേ കിട്ടിയോണ്ടിന്നത്. ഇണ്ടതൊന്നും ഇല്ലല്ലേ, അതെല്ലാം മാഞ്ഞു പോയില്ലേ. ഇണ്ട് ഉടനാ കേക്കട്ടാ. 15 നാൾ നടക്കണ ഒരു സ്വലാത്ത് മജ്ലിസില്ലേ, അതിൽ എന്തിനാ അവിടെ നടക്കടേ? അവിടെ എന്തെങ്കിലും കലി നടക്കണമാ, അല്ലെങ്കിൽ വേറെന്തോ അവിടെ നടക്കണമാ? അവിടെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തല്ലേ ചൊല്ലോ, അവിടെ ഇസ്തിഗ്ഫാർ അല്ലേ ചൊല്ലോ, അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല തസ്ബീഹ് അല്ലേ അവിടെ ചൊല്ലോ, അവിടെ ഞങ്ങളെ ആവശ്യത്തിന് വേണ്ടി കേക്കിടതല്ലേ അവിടെ ഇതെല്ലാം നടത്തുന്ന സമയത്ത് എന്റെ ഉമ്മമാരെ നിങ്ങളെ മക്കളെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് ഒന്ന് അവിടെ കടുത്തുകുത്തീരേ. നിങ്ങളൊട്ട് കോലാക്കിട്ട് കേൾക്കുമ്പോ അവൻ ഔത്ര ഭർത്തായി പോയിട്ട് ഉസ്താദ് അവന് പിന്നെ എവിടെ പോയോ? അവന് സ്വലാത്തുകളിലേ പോയോ? എന്തുകൊണ്ട്? ഞങ്ങളെ ഉമ്മമാരെ പേടിയില്ലാത്തത് കൊണ്ടല്ലേ അങ്ങ് അവിടെ ബറാത്തിനുള്ള കാരണം. മൂത്തങ്ങമാരെ പേടിയില്ലാത്തത് കൊണ്ടല്ലേ. ഇനി ബാപ്പകോ മൂത്തോണുകോ? മൂത്തോണ്ടോട്ട് ഇയാലോണ്ട് കേക്കട ചോദ്യമുണ്ട് മോനെ. നിക്കെന്തോ സ്വലാത്ത് പിടിക്കില്ലേ? സ്വലാത്തിന്റെ മജ്ലിസ് നിക്ക് പിടിക്കില്ലേ? നീനെന്താ ജോറാക്കൂടോ സ്വലാത്ത് പോകാത്തത്? ജമാഅത്ത് പോകാത്ത വിഷയത്തിൽ രണ്ടെന്തേ നീ ജോറാക്കൂടോ? നീനെത്ര ജമാഅത്ത് പോയ ചെന്ന് കേൾക്കുമ്പോ ആൻസറില്ലല്ലേ? പാപ്പറോട്ടും ആൻസറില്ലല്ലേ? ആണിത് എന്ത് ചെന്നോട്ടുള്ളോ? ഞങ്ങൾ നിഷ്ഫലമായിട്ട് ശൂന്യമായിട്ട് ഞങ്ങൾ കബറിൽ കിടക്കണങ്ങായി പോകൂത്തീറാ. ഞങ്ങൾക്ക് വേണ്ടതുപോലെ കമ്പ്യൂട്ടർ വ്യവസ്ഥമാക്കി വെച്ചാറ്. നല്ല ചൂടുള്ള സമയത്ത് നല്ല AC ഓപ്പണാക്കിയിട്ട് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുകയോ ഇബാദത്ത് എടുക്കുകയോ ഹദ്ദാദ് റാത്തീബ് ദയിക്കുകയോ സ്വലാത്ത് മജ്ലിസ് പോയിട്ട് ദയിക്കുകയില്ല. എല്ലാം ചെയ്തു തന്നില്ലേ? ഇതൊന്നും ഉപയോഗപ്പെടുത്താണ്ട് ജീവിതം ഇന്നലെ പോയിട്ട് ഒർണാല് പോയിട്ട് ഞങ്ങളെ ബായിക്ക് ബെർലിട്ട് കടിക്കടവർ വസ്തു വന്നു പോകില്ലേ? രണ്ട് ഉമ്മമാർ നല്ലോണം നിങ്ങൾ മനസ്സിലാക്കണോ? ഞങ്ങളെ മക്കളെ വളർത്തുമ്പോ നിങ്ങൾ പല പാട്ടും വിചാരിക്കുവാറ് ഉസ്താദ് ഇത് മാത്രമേലേ പ്രസംഗിക്കണോ, ഇത് മാത്രമേലേ ഉസ്താദ് ചൊല്ലോ, നക്കിത് ചൊല്ലുള്ളത് എന്തുണ്ടാ? നാലണങ്ങ മഅ്ശറത്തിൽ പോയ സമയത്ത് അതാ ഞങ്ങളെ മക്കനങ്ങ് എതിരായി സാക്ഷിയായി നിക്കട അവസ്ഥ വന്നു പോകുതീരാ. സാധാരണമായിട്ട് മക്കളോട്ട് കേൾക്കുമ്പോ ബേജാറാവൂടു. നാ പല പാട്ടും ചിന്തിച്ചു പോണ്ടത് ഞങ്ങളെ മക്കൾക്ക് ഖുർആന് ചെല്ലതേ ബന്ധമില്ലായി പോയിട്ടല്ലേ. മക്കളോട്ട് ക്ലാസ്സിൽ വലിയ മക്കളോട്ട് കേൾക്കുമ്പോ മോനെ നീ നിന്റെ ഖുർആൻ ഓതിരെ ചെന്ന് കേൾക്കുമ്പോ അവനില്ല ചെല്ല. നീ നിന്റെ സുബഹി നിസ്കരിച്ചിലെ കേൾക്കുമ്പോ അവൻ വലിയ ചെറിയൊരു ചിരി അവന് ചിരിക്കടാ. പെൺമക്കളോട്ട് പോലും കേൾക്കുമ്പോ അങ്ങും ചിലപ്പോൾ ചെല്ലയില്ല.
ചെന്നിട്ടായിട്ടിക്കട് എനിക്കിടെ ഒരു 6:30 ഗಂಟೆಗೋ 7 ಗಂಟೆಗೆ എനിക്കിടെ മക്ക എന്തുകൊണ്ട് ഈ മക്കളെ ഒന്ന് വേഗണങ്ങോ അണുത്തുകൂത്തീരേ മക്കളെ ഒന്ന് ദീനിയായ ചിട്ടയോട് കൂടെ വളർത്തുകൂത്തീരേ ആ മക്കളെ ഇതുപോലെ വളർത്തിയിട്ട് നാലനങ്ങും അശരത്തു പോകണ്ടേ അവിടെ സബാനിയായ മലക്കുക അതാ ഭീകരമായിട്ട് മക്കളെ അതാ ശിക്ഷിക്കുന്ന സമയത്ത് ചെല്ലവരെ പലക്കെ ഉണ്ടു മക്കളെ പേടിച്ച് നടക്കട ഉമ്മമാർ നന്റെ പെങ്ങമാർ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം ഒരിക്കലും മക്കളെ നിങ്ങൾ പിർസവെച്ചതുപോലെ മക്കളെ ആധ്യാത്മികമായിട്ട് വളർത്തുക നോക്കണോ ഒരിക്കലും നിസ്കാരം കളാക്കണ മക്കളാക്കുക തീറ നാലാതാ മൈശറത്തിൽ വെച്ചിട്ട് അതാ ഞങ്ങ സലാമത്താവിടെ സമയത്ത് പോലും ആ മക്ക ചെല്ലോ അല്ലാ ನಾನು വളർന്നുകൊണ്ട് ಬಂದ സമയത്ത് ನಾನು നിസ്കാരം കളാക്കട സമയത്ത് നിസ്കാരത്തെ വിഷയത്തിൽ നന്റെ ഉമ്മ നന്റെ ജോറാക്കിയില്ല നക്ക് വേണ്ടതുപോലെ നിർദ്ദേശം തന്നില്ല നന്റെ ഉമ്മ പേടിച്ചിട്ട് നക്ക് എന്തെങ്കിലും ആവാ ചെന്ന് പേടിച്ചിട്ട് ഓൺ എവിടെയെങ്കിലും അകപ്പെട്ടു പോവാനാ ചെന്ന് പേടിച്ചിട്ട് അതുകൊണ്ട് നക്കൊന്നും ചെന്നു തന്നില്ല അതുകൊണ്ട് നണ്ട നരകത്ത് ഇടാണ്ടി മുന്നോലു നന്റെ ഉമ്മടയും ബാപ്പടയും ഇടണോ അല്ലാഹു ഞങ്ങളെ കാത്തു സലാമത്താക്കി തരട്ടെ ഞാൻ അതല്ലേ പല പാട്ടും ദ്വാരക്കിടെ നിങ്ങൾ വിചാരിച്ചിട്ടിക്കുമാറ് ഉസ്താദ് ദ്വാരക്കുമ്പോ എപ്പോഴും ഒരു ദുആ പാടുള്ളല്ലേ മക്ക വേണ്ടിയിട്ട് ദ്വാരക്കിടെ ഞങ്ങളെ മക്ക ബാപ്പവും തുണയാവിടെ മക്കളാക്കണം റഹ്മാനെ മക്കളെ കൊണ്ട് ടെൻഷൻ നൽകല്ല റബ്ബേ മക്കളെ കൊണ്ട് ബേജാറ് നൽകല്ല റബ്ബേ ചെന്നിട്ട് ദ്വാരക്കിടെ എന്തിന് ഞങ്ങളെ മക്ക മാത്രം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഞങ്ങളെ മക്ക ദീനി ചിട്ടയെ തൊട്ട് പറത്തു പോയെങ്കിൽ അതിന് ടെൻഷൻ ഞങ്ങൾക്കല്ലേ ദുനിയാവിലും ടെൻഷന് ആഖിറത്തിലും ഞങ്ങൾ പരാജയം പെടില്ലേ അതുകൊണ്ടായിരിക്കുന്ന ചെന്നോട്ടുള്ളോ മക്ക സാധാരണമായിട്ട് ടീനേജ് എത്തുമ്പോ അങ്ങനെ ബിക്കാബിട്ടിയായിട്ട് വിട്ടുകൂടണ്ട മക്കളെ ഹന്തമായിട്ട് അങ്ങൊരു പേടി മനസ്സിലിട്ട് കൊടുക്കണോ അങ്ങ് അല്ലാഹുടെ പേടി ഇട്ട് കൊടുക്കണോ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിർസം അങ്ങനെ ഖൽബിലിട്ട് കൊടുക്കണോ ഒരു ഉസ്താദുമാര് കേവലം ഒരു 1/2 ഗಂಟമാ 3/4 ഗಂಟമാ കണ്ടില്ലേ സുബൈക്ക് സാധാരണ 10ാം ക്ലാസ് 1ാം ക്ലാസ് 8ാം ക്ലാസ് മക്കളുണ്ട് സാധാരണ ജമാഅത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് ദയിക്കുമ്പോ സാധാരണ ടൈം 6:30 പിന്നെ 1/2 ഗಂಟೆ മാത്രമേ ടൈമുള്ളൂ ഈ 2 തിങ്കൾ തോലും ഈ 1/2 ഗಂಟೆ ടൈമുള്ളൂ ഈ മക്കളോട്ട് ഏത് നിലക്ക് ഉപദേശാക്കടെ എങ്ങനെയായിട്ട് ക്ലാസ് എടുക്കടെ നിങ്ങൾ മനസ്സിലാക്കണോ ഈ മക്ക ഔത്തുക പഠിച്ചിട്ട് വന്ന മക്കളെ എപ്പോഴും നിരീക്ഷണങ്ങൾ വേണോ അങ്ങ് മൊബൈൽ എടുക്കുമ്പോ അങ്ങ് പൽക്ക വരിയുമ്പോ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ചത് അങ്ങനെ പ്രവർത്തനങ്ങള് അങ്ങനെ ഓരോ ആകുകള് എല്ലാം നിരീക്ഷ വെച്ചിട്ട് അങ്ങനെ നല്ല നിലക്ക് അങ്ങനെ ഒരു നല്ല ചിട്ടയോടുകൂടെ ഇസ്ലാമിന്റെ ആദർശത്തോടുകൂടെ ഇസ്ലാമിന്റെ ചിട്ടയോടുകൂടെ വളർന്ന മക്കളാക്കടെ സമ്പൂർണമായ പാത്രമുള്ളത് ഉമ്മ ബാപ്പയുടെ പേരിൽ ഉമ്മ ബാപ്പയുടെ മേലിലായിട്ടിക്കട് രക്ഷിതാക്കളുടെ മേലിലായിട്ടിക്കട് ഇതെല്ലാം ഞങ്ങൾ കൈപിടിഞ്ഞില്ലേ ഇണ്ട് ഞങ്ങളെ ടെൻഷൻ യാറായി പോയിട്ട് ഞങ്ങളെ ബിസി യാറായി പോയിട്ട് മക്ക ചെറുതപ്പി കൊണ്ടുള്ളാറ് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടാത്ത വേഷധാരണങ്ങളല്ലേ ഞങ്ങൾ ഇന്ന് മക്ക ഫോളോ ആക്കിയിട്ടുള്ളേ ഞങ്ങളെ മുന്നിൽ വന്ന് ദിച്ച മക്ക ആൺമക്കളെ മുടി നോക്കുമ്പോ ബേജാറാവൂടു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടാത്ത മുടി ശൈലി അങ്ങനെ വേഷധാരണ ശൈലി ഇത് സ്വഹാബത്തെ ഇഷ്ടപ്പെടാ
കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധകണത്തിൽ വെച്ചിട്ട് അത്രയും ഭീകരമായിട്ട് കൊല്ലപ്പെട്ട ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ഇത് നോക്കില്ല മോനെ, ഇതിനങ്ങ് ചെയ്തത് ഹറാമു ചെന്നിട്ട് മക്കൾക്ക് ചെന്നു കൊടുക്കുമ്പോ അതാ ബാപ്പയുടെ സപ്പോർട്ടുണ്ട്, ആങ്ങളുടെ സപ്പോർട്ടുണ്ട്, മൂത്തോന്റെ സപ്പോർട്ടുണ്ട്. മൂത്തോനെ അങ്ങനെ മുടിയെടുക്കുമ്പോ ഇലവനായ നാനും മുടിയെടുക്കലേക്ക് എന്തിനാ തപ്പുണ്ട് ചെന്നിട്ട് ന്യായം ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട ബാലക്കാർ, നിങ്ങൾ ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ടത്, നീ ആരും ബേജാറായി പോകണ്ട. നിന്റെ കടമയെന്ന നിലക്ക് നാ ചെല്ലട്ടാ. ഞങ്ങളെ വേഷധാരണ സ്വഹാബത്തിന് വിരുദ്ധമായെങ്കിൽ, അതാ ബഹുമാനപ്പെട്ട താബീങ്ങൾക്ക് വിരുദ്ധമായെങ്കിൽ അക ഇത് നോക്കിയോണ്ടില്ലേ. അതാ യുദ്ധരണത്തിൽ വെച്ചിട്ട് സ്വസ്ഥതമായിട്ട് വന്നിട്ട് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കൂ, ജമാഅത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യൂ. ഇവിടെ ജുമാഅത്ത് സ്വസ്ഥമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് വന്ന് ജുമാ നിസ്കരിക്കൂ, യാതൊരു പേടിയില്ല. പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്നത് തന്റെ കൈ നഷ്ടപ്പെട്ടിട്ടല്ലേ, തന്റെ കണ്ണ് ദീനിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടല്ലേ, തന്റെ കാല് ദീനിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടല്ലേ ഈ സ്വഹാബത്തിനോ തന്നത്. ആ സ്വഹാബത്തിനങ്ങൾ നോക്കില്ലേ, എന്റെ ഉമ്മമാർ, നിങ്ങൾ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയുടെ നെനപ്പാവില്ലേ? ആ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ അതാ തന്റെ ദീനിനു വേണ്ടിയിട്ട് തന്റെ ശരീരം സമ്പൂർണമായി ത്യാഗം ചെയ്തില്ലേ. അതാ അബൂജഹൽ പോലോത്ത, ഉത്ബത്ത് പോലോത്ത, ശൈബത്ത് പോലോത്ത അതാ ദീന്റെ ശത്രുക്കളായ ആ ശത്രുക്കളുടെ അതാ ആ ചൂടേറിയ ദണ്ഡ് കൊണ്ടിട്ട് അത്രയും ശിക്ഷകൾ അനുഭവിക്കുമ്പോ ഇത് എന്തിനു വേണ്ടിയിട്ട്, അങ്ങ് എന്തെങ്കിലും ചെയ്യുക വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ദുനിയാവിടെ എത്തുക വേണ്ടിയിട്ടല്ലല്ലേ, ദീന് സമ്പൂർണമായിട്ട് ബാക്കിയാവണു ചെല്ലുമ്പോ ആ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹയുടെ നെനപ്പാവില്ല പെങ്ങമാരെ. ഇണ്ട് ഞങ്ങളെ അവസ്ഥ എന്തായി പോയിട്ട്, ഞങ്ങൾ എല്ലാം ഏതു വേണ്ട, ഈ കേവലം ചെറിയൊരു മൊബൈൽ കയ്യിൽ കിട്ടുമ്പോ ദീന്റെ സമ്പൂർണമായി ഞങ്ങൾ മറന്നുപോയില്ലേ. അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. ഇണ്ട് എല്ലാം ഹഗുരമായി പോയിട്ട് ദീന്റെ ഞങ്ങൾ പടയെ വെച്ചോണ്ടുള്ള ആരോട്ടുക എന്നും ചെല്ലും പോലെയില്ല. ഇന്റെ മദ്രസത്തുക്ക് വന്ന ഒരു വിദ്യാർത്ഥി റോട്ടുക്ക് പോനെ, ഇനി ഇത് ചെയ്തത് ഹറാമു ചെല്ലുമ്പോ വലിയൊരു വിഷയമേ ആക്കില്ല. ഏത് നിലക്ക് സ്വഹാബത്തിന്റെ ചരിത്രം ചെന്നതുകൊണ്ടും അവനക്ക് ഏറെയാക്കില്ല, അവന് വേറെ വിഷയം നിങ്ങളോട് വിഷയമേ ആക്കില്ല. എന്തുകൊണ്ട്? ഞങ്ങള് ഔത്ര സർക്കിൾ സമയില്ല. അതങ്ങനെ ഇക്കട്ട്, അത് സാധാരണമല്ലേ. ഇപ്പൊ അങ്ങനെ ഇന്നില്ലെങ്കിൽ അങ്ങനെ സാധാരണ ഒരു ബൊഗ്ഗു ചെല്ലാറ്, അവനൊരു ഹല്ലിടോ കുക്കു ചെല്ലാറ്, ഒരു ഹല്ലിൽ ജീവിച്ചോണു ചെല്ലാറ്. ഇപ്പത്തെ സാധാരണങ്ങളെ ജീവിതം ആ ജീവിതം സാധാരണത്തെ ജീവിതമല്ല. ചെന്നിട്ട് സാധാരണമായിട്ടൊരു ക്ഷുല്ലകമായിട്ട് അയലക്കുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് ഞങ്ങളെ മക്ക വളർന്നുകൊണ്ടല്ലോ. അതുകൊണ്ട് നാ ചെന്നോണ്ട് വന്നത് ഞങ്ങളെ മക്കളെ ഒന്ന് ചേഞ്ചസ് ആക്കണോ നോക്കണോ അല്ലേ. ഇവിടെ പള്ളിയിൽ ജമാഅത്ത് നടക്കട്, വക്ത് ജമാഅത്ത് നടക്കട്. ഞങ്ങൊന്ന് മനസ്സാവില്ലല്ലേ. ആണ്ടപ്പടെ ഓതി വെച്ചവർ ആയത്ത് ചെന്നില്ലേ. ഞങ്ങ ഒരു ഇഷാ ജമാഅത്ത് എന്റെ ഉമ്മമാർ നിങ്ങൾ നോക്കറിണ്ട്. ഞങ്ങളെ ചെറിയ മക്ക സുബഹി ജമാഅത്ത് കണ്ടാറ്. അല്ലാഹു തആല മക്കൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല മക്കളെ നല്ല സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇനിയും ഞങ്ങളെ മക്കളെ കടത്തുക ഞങ്ങൾ നോക്കണു. ഇവിടെ ആറ് ജമാഅത്തായിട്ട് നിസ്കരിക്കണേ. ഈ വയസ്സായി ഇപ്പത്തെ സെറ്റപ്പായി വയസ്സായ ആൾക്കാർ വന്ന് നിസ്കരിച്ചിട്ട് അങ്ങനെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരുടെ വലിയ ജമാഅത്ത് വേണ്ടേ? ആരാണ് ജമാഅത്ത് നിസ്കരിക്കണേ? ളുഹ്ർ അസ്ർ മഗ്രിബ് ഇശാ സുബ്ഹി വയസ്സപ്പെട്ട ചില ആൾക്കാർ വന്നെങ്കിൽ പിന്നെ ആരുമില്ല. അങ്ങനെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ വലിയ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണേ? അത് അങ്ങനെ ഇല്ലാണ്ടായി പോയെങ്കിലോ
റായത്തെ ഓരോരുത്തരും അതൊക്കെ ബാധകമാണ്. റായത്തെ എല്ലാ ഓരോരുത്തരും അതൊക്കെ ബാധ്യതയുണ്ട്. അങ്ങായിട്ട് അതൊക്കെ ജവാബ് ചെല്ലേണ്ടത്. അതുകൊണ്ട് ഈ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കണു ചെന്നിട്ട് അതാ പിന്നെ ഞങ്ങൾ ഒരു സ്വലാത്തറ മജ്‌ലിസ് ഞങ്ങളുടെ ഏർപ്പെടുത്തിയാൽ പിന്നെ അതിന് സമ്പൂർണമായി ജാഗ്രതയായിട്ട് നിർവഹണാക്കരുത്. ഞങ്ങളെ കടമയായിട്ടിക്കട്, ഞങ്ങളെ ബാധ്യതയായിട്ടിക്കട്. അതല്ലാണ്ട് അത് എങ്ങനെ വേണം നടക്കട്ടെ, അതെങ്ങനെ വേണം ആവട്ടെ ചെന്നിട്ട് യാതൊരു ഭിക്കാഭിത്തിയായി പോയെങ്കില് ആഖിറത്തുൽ ജവാബ് ചെല്ലേണ്ടി ഉണ്ട്. അതേ ആയിട്ട് ഞാൻ ചെന്നുകൊണ്ട് വന്നത് ഒരു മുഅ്മിനായ മനുഷ്യ അവൻ ചിന്തിക്കടുന്നതായിട്ട് അവൻ ചിന്തിക്കട ആഖിറത്തെ വൈബിയായ കാര്യങ്ങളായിട്ട് കിടന്നു ചിന്തിക്കട്. അല്ലാഹുവേ നാണ് മരിച്ചിൽ പിന്നെ നക്കൊന്ന് ഖബറിൽ സലാമത്തായി കിട്ടണോ, നക്കൊന്ന് ഖബറിൽ സലാമത്തായി കിട്ടണോ. ചെണ്ട പേടിയായിട്ട് ഒരു മുഅ്മിനായ മനുഷ്യടക്കം ഖൽബിൽ അവന്റെ ഹൃദയത്തിൽ വന്നോട്ടിക്കട്. അതാണ് ചെന്നത്. എപ്പോഴും ഞങ്ങൾ ഓതുന്ന ഒരു സൂറത്തല്ലേ അത്, തബാറക്കാചിന്റെ മുൽക്കൂചിന്റെ സൂറത്ത്. ആ സൂറത്ത് ഏറ്റവും വലിയ പവിത്രമായ ഏറ്റവും വലിയ സൂറത്തുൽ മുൻജി ചെന്നിട്ട് ആ ഖബറിൽ രക്ഷപ്പെടുത്തരെ സൂറത്തായിട്ട് അല്ലേ. ഇതെല്ലാം നാ ചെന്നില്ലേ, മുഞ്ഞാണ്ട് ചെന്നില്ലേ. ഇതെല്ലാം സാധാരണമായിട്ട് ഒരു കിനാവ് മാത്രമേ ഇപ്പൊ കാണ്ടേ. കിനാവ് മാത്രമേ കാണ്ടേ. ഞാണ്ട് ഒരാളൊരു രണ്ടൊരു ഘടനയത്ത് നിങ്ങളെ UP ഭാഗത്തിലുള്ള ഒരു പെണ്ണിങ്ങ അയിമ ഉംറത്തുക്ക് പോയിട്ടൂല. ഉംറത്തുക്ക് പോകുമ്പോ മോലോട്ട് ചെന്നൂല ഉപദേശ, മോലെ നിസ്കാരം കൊല്ലാക്കൂ തീറ, നീನು ನಾನು പോയാൽ പിന്നെ കറക്റ്റായിട്ട് നിസ്കരിക്കണോ, നിസ്കരിക്കണം ചെന്നിട്ട് എല്ലാം ചെന്നിട്ട് ആ ഉണ്ടു മോലല്ലോ ഒത്താൽ മാത്രം മോലം ചെന്നാല് നക്ക് ടൂറ് പോകുന്നു, ಅದಕ್ಕೆ നിങ്ങൾ പൈസ തന്നു പോണോ. അപ്പൊ ഉമ്മ എന്താക്കിത്ത് ചെറിയൊരു ഹിക്മത്താക്കിത്ത് ഓലു നാ ചെന്ന പോലെ നിസ്കരിച്ചിറാല ഇല്ലേന്ന് നോക്കണം. അതിക്ക് ഉമ്മ ഒരു ചെറിയൊരു ഹിക്മത്താക്കിത്ത് എന്തരത് ഉമ്മാക്കിയ ഹിക്മത്ത്, ഈ ഓല ടൂർക്ക് പോണ്ട പൈസത്തെ മുസല്ല നിസ്കരിക്കുന്ന മുസല്ലൽ വെച്ചിട്ട് എന്നിട്ട് അയിമ പോയിട്ട് ഓല് നിസ്കരിക്കടാലെങ്കിൽ ഇത് ഓല ഓല കൈ കിട്ടു ആനയും ഉമ്രല്ല കഴിഞ്ഞു വന്നിട്ട്. അപ്പൊ ഓല് വന്ന പോലെ എടുത്ത് മോലെ ചെന്നതുപോലെല്ലാം നിസ്കരിച്ചിരല്ലേ. മാത്ര നിങ്ങ മാത്ര ഒരു ചെന്ന സ്വറ മാത്ര ആക്കിട്ടില്ല, നിങ്ങ സീത പോയിടാ. എന്തത് ഞാൻ ടൂറുകു പൈസ തരണു ചെന്നല്ലേ പോകും, ടൂറ് പോകുക പൈസ തരണു നിങ്ങ തന്നറാ സീത പോയിടല്ലേ ഒക്ക. ഓ അപ്പൊ നീ പോയിട്ട് നിന്റെ ആ നിസ്കരിക്കണ മുസല്ലന്ന് എടു ചെന്ന് ഉമ്മ ആ നിസ്കാരത്തെ മുസല്ല എടുത്തിട്ട് ബുടുപ്പാട്ടി നോക്കുമ്പോ ആ ടൂർക്ക് പോണ്ട പൈസ അതിൽ വെച്ചിട്ട് അതിൽ വെച്ച് വീടേമാ ഓല് നിസ്കരിക്കോ മുസല്ല എടുത്താലെങ്കിൽ ആ ടൂർ പോണ്ട പൈസ അതിൽ ചീട്ടിൽ എഴുതി വെച്ചിട്ട് ഇത് എനിക്ക് ടൂർക്ക് പോണ്ട പൈസ ആയിട്ട് കിടും. ആയ്മ പോയ വെച്ച മുസല്ല അങ്ങനെമേ ഉണ്ട് പെര വരുമ്പോ ധൂല് പിടിച്ചിട്ട്. ഇതാണ് ഞങ്ങളെ മക്കളെ അവസ്ഥ ചെന്നോട്ടുള്ളത്. ഇത് ഞങ്ങൾ ഏറ്റവും വലിയ ഗംഭീരമായിട്ട് ഞങ്ങൾ കണക്കിലെടുക്കണോ. അതാണ് ഗൈബിയായ കാര്യത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യ അവൻ എപ്പോഴും ചിന്തിക്കുന്നത്, അല്ലാഹുവേ ഞാൻ ഇതിനെന്റെ ശാശ്വതമല്ല, നമുക്ക് ആഖിറത്തിൽ ഒരു ജീവിതമുണ്ട്. കണ്ടില്ലേ ബദർ യുദ്ധം നടന്ന സമയത്ത് എല്ലാ സ്വഹാബത്തും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ ബദർ യുദ്ധം നടന്ന
ആ ബദ്ർ യുദ്ധം നടന്ന മൈതാനമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോണ്ട സമയത്ത് അതാ എന്തോ ഒരു ശബ്ദം കേക്കട്. നല്ല മുബിന്റെ ശബ്ദവും നല്ല ശിക്ഷിക്കടനിക്കത്ത ഒരു ശബ്ദം കേക്കട്. അതാ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പിന്നെയും സൂക്ഷിച്ചു നോക്കട്ടെ, എവിടെ ശബ്ദം കേക്കടേ, എവിടെയായിട്ട് അറബായി കേക്കടേ. ഇങ്ങനെ പിന്നെയും പിന്നെയും നോക്കുമ്പോ അതാ അവിടെ നിന്ന് ഒരാൾ കേക്കട്, ഒരു തന്നി തരമാ, ഒരു തെല്ല് തന്നി തരമാ ചെന്നിട്ട് കേക്കട്. ആ സമയത്ത് അപ്പമേ ഒരാൾ കുറെ ആൾക്കാർ ചെല്ലാറ് കൊടുക്കണ്ട, തന്നി കൊടുക്കണ്ട, അതനുഭവിച്ചിട്ടേ വേണോ. ഇത് എന്തൊരു ചെന്ന് മനസ്സിലായില്ല. അങ്ങനെ വന്നിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അതാ വന്നിട്ട് കേക്കട്, യാ റസൂലല്ലാഹ്, നാനിതാ ബദർ രണരംഗത്തിലായിട്ട് ആ ഭാഗത്തിലായിട്ട് നാ വന്നോ. ആ വന്ന സമയത്ത് അതാ നക്കുന്നവിടെ എന്തോ ശബ്ദം കേട്ട്, ആ ഒരാൾ കുറെ ആൾക്കാരെ ശിക്ഷിക്കണിക്കുന്ന ശബ്ദമാണത്. ആ ശബ്ദം എന്തൊരു ചെന്നനക്ക് മനസ്സിലായില്ല. അങ്ങനെ പിന്നെ ഒരാൾ അവിടെ നണ്ടോട്ട് തന്നി കേട്ടതല്ല, തന്നി തരമാ. അപ്പ തന്നി കേട്ട സമയത്ത് കുറെ ആൾ ചെന്നാറ് തന്നി കൊടുക്കണ്ട, അങ്ങനെ അനുഭവിച്ചിട്ടേ വേണു ചെന്നാറ്. ഇതെന്തൊക്കെ മനസ്സിലായില്ല. അപ്പനായിട്ട് ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലേ. അത് അതാ ബദ്ർ യുദ്ധത്തില് കൊല്ലപ്പെട്ട ആ കാഫിരീങ്ങളാൻ ഉത്ബത്ത് പോലോത്ത, ശൈബത്ത് പോലോത്ത, വലീദ് പോലോത്ത, അബൂജഹൽ പോലോത്ത ആൾമാരാണ് അവിടെ അങ്ങ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടുള്ള നല്ല അടിയങ്ങോ കിട്ടിയോണ്ടുണ്ടോ. അതാ അതിനിന്നോട്ട് തന്നി കേട്ടത് അബൂജഹലായിട്ടിക്കട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ മനസ്സിലാക്കുള്ളത് ആഖിറത്തിലെ ശിക്ഷ അതൊരിക്കലും വെറുതെ അല്ലല്ലേ. അവിടെ ഉള്ള നരകത്തെ ശിക്ഷ ഒന്നും വെറുതെ അല്ലല്ലേ. അതേ അല്ലേ വൈബിയായ കാര്യങ്ങൾ മനസ്സിലാക്കിയ മുഅ്മിനായ മനുഷ്യ അവിടെ അവനെ ശിക്ഷ കണ്ടില്ലെങ്കിലും അല്ലാഹുവെ പേടിച്ചിട്ട് ഒരു വക്ത് പോലും നിസ്കരിക്കാണ്ട്, ഒരു വക്ത് പോലും നിസ്കാരം ഖളാക്കാണ്ട് നിസ്കരിക്കുകയുള്ള കാരണം അത് ആരെങ്കിലും ഫ്രണ്ട് സർക്കിളിലുണ്ട് നിസ്കരിക്കാത്തവന് ചെല്ല പേരിലല്ല, നിന്റെ ബാപ്പന നിസ്കരിക്കാത്തവന് എന്നിട്ട് പേടിവാട്ടിൽ ചെന്നിട്ടല്ല, ഉമ്മടെ നോക്കിയിട്ടല്ല, ഉസ്താദുമാരെ നോക്കിയിട്ടല്ല. എല്ലാ ഒരു കാര്യവും ആ മുഅ്മിന് ചെയ്തത് നാളെ ആഖിറത്തിൽ നിനക്ക് സലാമത്തായി കിട്ടണോ, മഹ്ശറിൽ ഞാൻ രക്ഷപ്പെടണോ, ഞാൻ അതാ സിറാത്ത് പാലത്തിൽ വെച്ച് ഞാൻ രക്ഷപ്പെടണോ, മീസാനിൽ ഞാൻ രക്ഷപ്പെടണോ. അവിടെ നല്ലതും വെടക്കും തൂക്കുടവർ തിറാസുണ്ടല്ലേ. അവിടെ ഞങ്ങളെ കയ്യില് ഞങ്ങ ആക്കിയ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച ആ ഒരു ലീസ്റ്റ് ഒന്നും ഞങ്ങളെ കയ്യിൽ തറവുണ്ടല്ലേ. സാധാരണമായിട്ട് യാസീൻ സൂറത്ത് ഓതില്ലേ ഞങ്ങ ഉമ്മമാരെ, യാസീൻ ഓതുന്നവർ ആയത്തിൽ ചെന്നില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. യാസീൻ സാധാരണമായി ഓതുന്ന യാസീൻ അല്ലേ, യാസീൻ ഒരുപെട്ട ഒരു യാസീൻ കറക്റ്റായിട്ട് തജ്വീദ് അനുസരിച്ചിട്ട് ഓതിയെങ്കിൽ, നല്ല ജാഗ്രതയാക്കി ഓതിയെങ്കിൽ, ഒരു യാസീൻ ഓർക്ക ഓതിയെങ്കിൽ 10 ഖത്ം ഓതിയ സവാബാൻ. ഓർക്ക യാസീൻ ഓതിയെങ്കിൽ 10 വാട്ട ഖുർആൻ ഓതിയ സവാബാണ് കിട്ടുകൊണ്ടേ. ഇണ്ടെല്ലാം അത് സാധാരണയായി പോയിട്ട് ഔത്തുൽ മക്കളോട്ട് പോകുമ്പ ഖുർആൻ ഓതിച്ചെന്നെങ്കിൽ ആ യാസീൻ ഒന്ന് പട എങ്ങനെ ഓതി തീന്നിട്ട് അവിടെ വെച്ച് വിട്ടത്. എന്റെ ബാലക്കാർത്തിയായ പെണ്ണുമക്ക, ശരീഅത്ത് പഠിച്ച പെണ്ണുമക്ക, കേവലം ശരീഅത്ത് പഠിച്ചിട്ട് കിതാബ് പിടിച്ച് ഓതിയത് കൊണ്ട് കാര്യമില്ല മോലെ. നീ ഔത്തുകറു വെളിച്ചാവണോ, പലപാട്ടം നാച്ചെന്നില്ലേ, നീ ഔത്തുകറു മാതൃക ആവണോ.
നീനൊരു മാതൃകമായ ഒരു പെണ്ണായിട്ടിക്കണോ. നീന് ഖുർആൻ ഓതുന്നത് നോക്കിയിട്ട് നിന്റെ ഇലകമാറും ഒത്തകമാറും ഓതണോ, നിന്റെ ഉമ്മവും തെച്ചു ഓതണോ അല്ലേ. നിന്റെ നിസ്കാരത്തെ നീതി ഇത് കണ്ടിട്ടങ്ങ് പഠിക്കണോ. നീന് ളുഹാ നിസ്കരിക്കണോ, നീന് തഹജ്ജുദ് നിസ്കരിക്കണോ, നീന് സുബഹി നിസ്കരിച്ചിട്ട് ഒരു ജുസെങ്കിലും ഖുർആൻ ഓതുന്നവളായിട്ടിക്കണോ. നീന് ആ സമയത്തിലായിട്ടിക്കണ്. ഇത് എന്റെ മൂല ശരീഅത്ത് കടത്തിയത് കൊണ്ട് ഞാൻ സാർത്ഥകമായ ഉമ്മ സന്തോഷിക്കണ്ടേ, പാപ്പ സന്തോഷിക്കണ്ടേ. അത് വിട്ടൂട്ട് അതെല്ലാം ശരീഅത്ത് പഠിച്ചാൽ പിന്നെ മുന്നലാക്കിയതിനേക്കാളും ഇപ്പൊ സമ്പൂർണമായി കുറവായിട്ട് കാണുമ്പോ പിന്നെ ഏത് ഉമ്മമാരാണ് ശരീഅത്ത് കടത്തുക മനസ്സാക്കടേ, ഏത് ബാപ്പമാരാണ് ശരീഅത്ത് കടത്തരെ മനസ്സാക്കടേ. ഒരിക്കലും ഇത് ചെയ്യുക തീരെ മോലെ. നിരന്തരമായിട്ട് മൊബൈലിൽ മൂന്നു പോകണ്ട. നിക്കെത്രയോ മൊബൈൽ ടെക്നിക്ക് കൊന്തിക്കോ, ഏതേതൊക്കെ എല്ലാം പോകോനിക്ക് വേണ്ടതുപോലെ എല്ലാ സൗകര്യമിക്കോ. നിന്റെ ആവശ്യത്തിന് വേണ്ടി, നിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ വേണ്ടി, നിക്ക് പണ്ട് ഏതെങ്കിലും ഒരു നോട്ട്സുകൾ വേണ്ടിയിട്ട് നിന്റെ ഉമ്മ തന്റെ മൊബൈലിന്റെ അതിരനീന് വെറുതെയും വേണ്ടാത്തത് ഉപയോഗാക്കി പോക തീര മോലെ. നന്റെയും നിന്റെയും നോക്കിക്കൊണ്ടുള്ളവർ ഇലാഹുണ്ടല്ലേ. അതേയല്ലേ ഞങ്ങ ആർക്കും ഞങ്ങൾ സഹായിക്കൂ വരാത്ത ഒരു ദുനിയാവുണ്ടല്ലേ. ഞങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഞങ്ങൾ നോക്കില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നോക്കില്ലേ മോലെ. ഫാത്തിമ ബീബിയുടെ ഒരു ജീവിതം നിക്ക് നയിച്ചുകൂടെ, ഒരല്പമെങ്കിലും ഒരു സാദൃശ്യമാക്കി കൂടെ. അതാ അലി റളിയല്ലാഹു അൻഹുടെ മരിക്കട ആ മുട്ടമാവുമ്പോ വിളിച്ചു ചെന്ന്, യാ അലിയേ, നാണ് മരിച്ചുപോയെങ്കിൽ നന്റെ മയ്യത്ത് സമ്പൂർണമായി മറമാട് ജവാബ്ദാരി നിങ്ങായിട്ടിക്കട്. ഒരൊറ്റ ഒരു പുരുഷനും നന്റെ മയ്യത്ത് തൊടകുതീറാ. പിന്നെ നന്റെ മയ്യത്ത് നിങ്ങ മറമാടരുത്, ജാവുക ഇട്ടിക്കണോ, നല്ല ചിമ്മയുള്ള സമയായിട്ടിക്കണോ. കാരണ നന്റെ കഫനാക്കിയ സമയത്ത് നന്റെ ശരീരത്തിന്റെ ഉപ്പുതഗ് കാണുക തീരാ, ഒരൊറ്റ ഒരാൾക്കും കാണുക തീരാ. ഇതെല്ലാം ഉമ്മ ഇന്ന് ഞങ്ങൾ മെസ്സേജ് കടത്തുക പേടിയില്ല, എന്ത് പേര് ഞങ്ങൾ ചെയ്യുക പേടിയില്ല. പോയിട്ട് ഹറാമെല്ലാം സാധാരണമായി പോയിട്ട് ഇന്റെ ഏതെങ്കിലും ഒരു പെണ്ണ് ഗേൾസ് ഫ്രണ്ട് ചെന്നിട്ടും ബോയ്സ് ഫ്രണ്ട് ചെന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടില്ലേ. എന്റെ പെങ്ങളെ, ഇതെല്ലാം ശാശ്വതല്ല മോലെ. അല്ലാഹു തആല ഒരു പിടിപിടിച്ചു പോയെങ്കിലോ നഷ്ടം പെട്ടില്ലേ. എന്റെ പെങ്ങമാർ ആരെങ്കിലും ഇത് ബലിയായിട്ടുണ്ടെങ്കിൽ, എന്റെ ബാലക്കാർ ആരെങ്കിലും ഇതിൽ ബലിയായിട്ടുണ്ടെങ്കിൽ എന്റെ രാജിവെക്കണോ. ഞാൻ നിങ്ങൾ ആരെ പേരിൽ ചെന്നുകൊണ്ടുള്ളോ ബഹുമാനപ്പെട്ട ഖോജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ മുൻനിർത്തി ഞാൻ ചെന്നുകൊണ്ടില്ലേ. നിങ്ങൾ ഏതെല്ലാം ഗ്രാമങ്ങൾക്ക് പോകണ്ട, മൊബൈലിൽ എന്തെല്ലാം പേരിലുള്ള ഇപ്പത്തെ ഇപ്പത്തെ എന്തെല്ലാം മെസ്സേജുകൾ ഇപ്പൊ എന്തെല്ലാം ഉണ്ട്. അതെല്ലാം പോയിട്ട് ഉമ്മക്ക് കൊന്തില്ല, ആ ബാപ്പക്ക് കൊന്തില്ല. ആ മൊബൈല് ബാപ്പടതായിട്ടിക്കട്, മൊബൈല് ഉമ്മടതായിട്ടിക്കട്. അതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് നിക്ഷേപിച്ച് വെച്ചനുണ്ടോ മോല്ലത് ആ ബാപ്പക്ക് കൊന്തില്ല. ബാപ്പയുടെ കയ്യിൽ നക്ക് അത് വേണോ ഇത് വേണോ, നക്ക് അങ്ങനെ നോക്കുകൊണ്ട് ഇങ്ങനെ നോക്കുകൊണ്ട് ചെന്നിട്ട് ഉൽഗ എടുത്തോണ്ട് റൂമിൽ പോയിട്ട് ഉപയോഗാക്കിടത് വേണ്ടാത്ത ബെടക്കത്തരമല്ലേ. ഇതിക്കെല്ലാം കാരണം ഞങ്ങളെ ഉമ്മ ബാപ്പയായിട്ടിക്കട്. അതുകൊണ്ട് ഇതിൽ ഒരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടുക തീരാ. ഇക്കാര്യങ്ങളെല്ലാം നല്ലോണം ചിന്തിക്കണം. അതായിട്ടിക്കണ ചെന്നോട്ട് വന്നത് ഞങ്ങളെ മക്കളെ നല്ല സംസ്കാരമുള്ള നല്ല ചിട്ടയുള്ള മക്കളാക്കി വളർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേയല്ല എന്റെ ബാലക്കാർ, ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ ചെന്നല്ലേ ഞങ്ങളെ സ്വഹാബത്തിന്റെ ജീവിതം, ആ സ്വഹാബത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ജീവിതം ഞങ്ങൾ മറന്നുപോകൂ തീരാ. ഞങ്ങൾക്ക് സാധാരണമായിട്ട് ഞങ്ങൾ വിചാരിക്കണ ഇത് ദുനിയാവല്ലേ, ഈ ദുനിയാവിൽ ജീവിക്കും അങ്ങനെ ജീവിക്കണോ, അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ലാത്ത ആയി പോകണ്ട. ആ ചെന്നല്ലേ നമ്മുടെ എത്ര വലിയ പ്രോഗ്രാം വെച്ചത് കൊണ്ട് കാര്യമില്ല. ഞാൻ SSFകാർ
നല്ല നിലക്കുള്ള ജലാലിയ മജ്‌ലിസ് വെച്ചാറ് ഇന്ന് നല്ല അജ്മീർ മൗലീദ് വാർഷികം നടന്നുകൊണ്ടുണ്ട്. ഇതിക്ക് വേണ്ടി നല്ല ചെലവ് വഹിക്കുമ്പോ ഇതിക്ക് എന്തെങ്കിലും ആ സംഘാടക മാറുക എന്തെങ്കിലും ഉപകാരാവണ്ടേ, അങ്ങ് എന്തെങ്കിലും ഇതിലൊന്നൊരു ചേഞ്ചസ് കാണണ്ടേ. അതുകൊണ്ടല്ലേ നാ പല മാറ്റവും ചെന്നുകൊണ്ടുള്ളത്. ഞങ്ങളെ റായ നല്ലവണമെങ്കിൽ, ഞങ്ങളെ റായ നല്ല ബർക്കത്തുള്ളതാവണമെങ്കിൽ, നല്ല ഐക്യമുള്ള റായമായവനെങ്കിൽ ആധ്യാത്മിക തനങ്ങൾ വേണോ, ആത്മീയ തനങ്ങൾ വേണോ, ആധ്യാത്മിക തനങ്ങൾ വളരണോ. 5 വക്ത് നിസ്കരിക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കുക പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട ബാലക്കാരൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളോട്ടാണ് ചെന്നുകൊണ്ടുള്ളത്. നാളെ പോയിട്ട് നിങ്ങൾ ആരും നിങ്ങളെ സഹായിക്കുകയില്ലാത്ത ഖബറിൽ പോയി കിടക്കുമ്പോ ഞങ്ങൾക്കുള്ളത് ഇത് മാത്രമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം ചെല്ലുമ്പോ ഒരു വയസ്സായ ഉമ്മ എണിച്ചു വെച്ചിട്ട് അതായ്മ തഹജ്ജുദ് നിസ്കരിക്കണം മുസല്ലലുണ്ട്. ആ മുസല്ലലായ്മ അതാ ബാങ്ക് കേൾക്കുമ്പോ തന്റെ മോന്റെ മുട്ട പോയിട്ട് വിളിക്കിടും, മോനെ നല്ല ആരോഗ്യമുണ്ടല്ലോ മോനെ, നിന്റെ ആരോഗ്യത്തൊരു കുറവുമായിട്ടില്ലല്ലേ, നല്ല നടക്കുക നിക്ക് തീരല്ലേ, നല്ല ആഫിയത്ത് നിക്കുണ്ടല്ലേ, നല്ല ചിരിക്കുക തരല്ലേ, നല്ല പലക്കവരിക അവിടല്ലേ, എല്ലാം തീർന്ന മോനല്ലേ നീന് മോനെ. എണിച്ചിട്ടൊന്ന് പല്ലിക പോ ചെല്ലുമ്പോ അതാ നമ്മൾ ഉദാസീനത്തായി പോയില്ലേ. അതാ നല്ല ചൂക്കുള്ള സമയത്ത് എണിച്ചിട്ട് ഞാനൊന്ന് ജമാഅത്ത് പോണ്ടേ ചെല്ലുമ്പോ നിന്നിട്ട പാന്റ് നിക്ക് വേണ്ടി ദ്വാരക്കില്ലേ, നിന്റെ ടൊപ്പിനിക്ക് വേണ്ടി ദ്വാരക്കില്ലേ, നിന്റെ ആ ബനിയൻ നിക്ക് ദ്വാരക്കില്ലേ, നിന്റെ ടീഷർട്ട് നിക്ക് വേണ്ടി ദ്വാരക്കില്ലേ, നിന്റെ ചെറുപ്പിനിക്ക് വേണ്ടി ദ്വാരന്നില്ലേ. അല്ലാഹുവേ, നിന്റെ പല്ലിക്ക് വേണ്ടി ജമാഅത്തിന് വേണ്ടി പോയിട്ടുള്ളവോണു നീ വിട്ടു വെറുക്കണു അല്ലാ, ഓണ്ട് രക്ഷപ്പെടുത്തണു അല്ലാ. നിന്റെ ചുറ്റുമുത്തലുള്ള മലക്കുകൾ പോലും നിക്ക് ദ്വാരന്നില്ലേ. അങ്ങനെ നീ ഓരോരോ ഹെജ്ജകൾ വെച്ചു വരുമ്പോ അതാ ഓരോരോ ഹെജ്ജക്ക് 10 100 സവാബുകളല്ലേ എനിക്ക് കിട്ടറേ. ഇതെല്ലാം നീ നഷ്ടപ്പെടുത്തില്ലേ. നീ എണിച്ചത് ചിലപ്പോ നിസ്കാരം കളാക്കിയിട്ടായെങ്കിലും പിന്നെ ആ ഔത്തുല് പിന്നെ ആരെങ്കിലും മാട്ടാക്കൊന്നുമില്ല. പട്ടമാര മുട്ട പോയിട്ട് 50 100 കൊടുത്തോട്ട് ഓണ്ട മണ്ണ് തിന്നിട്ട് അലക്ക ഹലാക്കാക്കി വിടണു ചെല്ലേ. ആ മാറ്റം പിന്നെ ആക്കൊന്നുമില്ലേ. അതേ മെയ്യായില്ലേ. അതുകൊണ്ട് മനസ്സിലാക്കുക തീറ. ഞാൻ പണ്ടേ ചെന്നോണ്ട് വന്നോണ്ടുള്ളല്ലേ, ഞാൻ ഓർഡർ പോയെങ്കിലും ചിലപ്പോ നിങ്ങൾ വിചാരിക്കുവാറ് ഇയാളുടെ പ്രസംഗം ഇത് മാത്രമേ അല്ലേ. നക്ക് അതുകൊണ്ട് ആരെങ്കിലും ഒരാള് ജമാഅത്ത് വന്ന് നിസ്കരിക്കുക തുടങ്ങിയെങ്കിൽ നക്കത് ആഖിറത്തിൽ വലിയ സവാബല്ലേ. നക്കാരെയും പേടിയില്ല, നക്കാരെയും നന്റെ ഈ വിഷയത്തിൽ നന്റെ നിങ്ങൾക്കൊരു ബേജാറുമില്ല. ഞാൻ പണ്ടേ ആ വിഷയത്തിൽ ബേജാറാക്കിയവനല്ല. ഇണ്ടും ഈ നിമിഷം വരെ ഈ സെക്കൻഡ് വരെ നന്റെ ഈ വിഷയത്തെ ആരെങ്കിലും ബേജാറാക്കിയെങ്കിൽ ഒരു ബേജാറും നക്കില്ലേ. നക്കത് ബേജാറൊന്നുമില്ല. ജമാഅത്ത് വരാത്ത വിഷയത്തിലോ മക്കളെ ദീനിയായ ചുറ്റുകളെ വളർത്താത്ത വിഷയത്തില് അത് ഓപ്പണായിട്ട് നാ ചൊല്ലുവേ. അത് ചെല്ല വിഷയത്തിൽ ആരെങ്കിലും എന്റെ വിമർശാക്കിടെങ്കില് അതിലൊരു ബേജാറുമില്ലേ. നാശെന്നുകൊണ്ട് വന്നത് നക്കതിലൊന്നും ബേജാറ് ചെന്നെങ്കിൽ ആ ഒന്നേ ചൊല്ലോ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആഫിയത്ത് ഉപയോഗപ്പെടുത്തണോ. അത് ഉപയോഗപ്പെടുത്തിയിട്ട് നാളെ ആഖിറത്തിൽ പോകുമ്പോ ആ ചെന്നില്ലേ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വ തുകല്ലിമുനാ ഐദീഹിം വ തശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ യാസീൻ സൂറത്തിലുള്ള ആയത്ത് വലിയ ചിന്തനാർഹം ആയത്തല്ലേ അത്. അൽയൗമ നഖ്തിം നിന്റെ സീൽ ബൈക്കട നാളുണ്ട്. അൽയൗമ നഖ്തിം അലാ അഫ്വാഹിഹിം നിന്റെ ബായിക സീൽ ബൈക്കട നാളായിട്ട് കിടുന്നുണ്ട്. നിന്റെ ബായിക അല്ലാഹു തആല അതാ സീൽ ബൈക്കട അവിടെ ബായിൽ പൽക്കവറിയോഗില്ല. നീ ചെയ്ത ഓരോ കാര്യങ്ങൾ, നീ എന്തെല്ലാം വേണ്ടാത്ത ബെടക്കത്തറങ്ങൾ ചെയ്തത് എന്റെ പുമ്മ പെങ്ങന്മാരെ നമുക്ക് വലിയൊരു വിഷയമായില്ലേ. അത് നാശന്നില്ലേ. ഒരു ഉമ്മ ജോറാക്കണേ
ഒരു ഉമ്മ മോലെ വിളിച്ച് ജോറാക്കല്, മോലെ നീ ഈ കാര്യം ചെയ്തത്, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്താ ചെന്നിട്ട് നക്ക് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയല്ലേ ചെല്ലുമ്പോ മോൽ ചെല്ലെ അത് വിഷയാക്കണ്ടമ്മ. അതിപ്പോ ഈ കോളേജ് ജീവിതത്തില് ഹൈസ്കൂൾ ജീവിതത്തിലല്ല, അത് സാധാരണ ഒരു കോമൺ ആയിട്ട് അത് സാധാരണ ആയിട്ട് അത് ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് കോളേജിലെ ക്യാമ്പസുകൾക്ക് പോയ ബർത്ത് ഞങ്ങളെ കുറവാക്കി കണ്ടാറ്. ഇതൊരു എന്തും ഇല്ലാത്തൊരു ജാതിയല്ലേ മോലെ. ഇത് ദുനിയാവായിട്ടിക്കട്. ദുനിയാവിൽ എന്തെല്ലാം ഫസാദും ഫിത്നകളും നിറഞ്ഞ ദുനിയാവായിട്ടിക്കട്. അതുകൊണ്ടല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നോ, ഇതാണ് ഈ നന്റെ പെങ്കലനി മനസ്സിലാക്കേണ്ടത്, ഇതായിട്ട് നന്റെ പ്രിയപ്പെട്ട ബാലക്കാർ മനസ്സിലാക്കേണ്ടത്, ടീനേജിലുള്ള പെണ്ണുമക്കാണങ്ങ് മനസ്സിലാക്കേണ്ടത്, അതായിട്ടിക്കട് ഞങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. ഇത് സാധാരണ ദുനിയാവിൽ ചെയ്തില്ലെങ്കിൽ ആവില്ല. പിന്നെ പറയാൻ ന്യായമുണ്ട്. എന്തേ അങ്ങനെ ന്യായം തോന്നുന്നുണ്ടാ, അങ്ങ് ചെല്ലു തോന്നുന്നുണ്ടാ? അങ്ങനെ ഈ ബയസിൽ അത് ചെയ്തു പോണ്ടോ, അതൊരു ബയസിലുള്ളവർ അത് ചെയ്തതാണ്. മോലെ നിക്കല്ലേ ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. 7 വിഭാഗം ആൾക്കാർ നാല് മഅശറത്തുൽ ആ ചൂടേറിയ അതാ ഒരു ചാണ്ട മേലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിട്ട് എല്ലാരും വേർപ്പിൽ മുങ്ങുന്ന സമയത്ത് വേർപ്പിങ്ങനെ ഇൽഞ്ഞിട്ട് കൊറിയാൽക്കാരൻ നടുവും കൊറിയാൽക്കാരൻ നെഞ്ഞിയും കൊറിയാൽക്കാരൻ മൂക്കുതോലും വേർപ്പിൽ മുങ്ങി കളിക്കുമ്പോ അതിൽ ഒരു വിഭാഗം ആൾക്കാർ അതാ അർശിയുടെ തണലിൽ ടിക്കറ്റ് എടുത്തിട്ട് അർശിയുടെ കീഴിൽ ജീവിക്കില്ലേ അങ്ങ് ആറുത്തുണ്ട. ഇതാ വേണ്ടാത്ത ബെടക്കത്തരം ചെയ്യുന്ന സമയത്ത് നല്ല ചോര തുലിക്കുന്ന സമയമാണ്. ഏകദേശം ഒരു 25 25 30 വർഷത്തെ സമയം. ആ സമയത്ത് അതാ വേണ്ടാത്ത ബെടക്കത്തരത്ത് അതാണങ്ങളെ വിളിച്ചോണ്ടിക്കുന്ന സമയത്ത്, ഫിത്നയേറിയ കാലത്ത്, ഫസാദേറിയ കാലത്ത്, ഇന്നീ ഞാൻ എന്റെ ബാപ്പടെ പേടിച്ചിട്ട് ബെടക്ക് ചെയ്യില്ല ಅಂತಲ್ಲ, നന്റെ മൂത്തോണ്ട് പേടിച്ചിട്ട് ബെടക്ക് ചെയ്യില്ല ಅಂತಲ್ಲ, നന്റെ ഉസ്താദ് ഗൊന്തായി ചെന്നിട്ട് പേടിച്ചിട്ടല്ല, ರಾಯತಂಗೋ ಗೊಂತಾವುಡು, ನನ್ನ ಫ್ರೆಂಡ್ಸ್ರಂಗೋ ಗೊಂತಾವುಡು, ನನ್ನ ನೆರೆಕಡಂಗೋ ಗೊಂತಾವುಡು ಅಂತಲ್ಲ. ನಾನು ഇതുവരേക്കും കാണാത്ത നന്റെ എല്ലാം നോക്കിക്കൊണ്ടുള്ള അല്ലാഹുടെ പേടിച്ചിട്ട് ഞാൻ ഇതൊന്നും ചെയ്യില്ല, നക്കിതൊന്നും വേണ്ട, ഞാൻ ഒരു കാര്യത്തും ബെടക്കത്തരത്ത് പോണ്ടില്ല ചെന്നിട്ട് അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിച്ച ആ യുവതിയും യുവക ആ ബാലക്കാരായിട്ടിക്കണ ആഖിറത്തിൽ അതാ അർശിലെ ചനലിലെ ആ ഒരു ടിക്കറ്റ് കിട്ടണ അല്ലാഹു ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ചെന്നല്ലേ അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഞങ്ങളെ ബായിക സീൽ ബൈക്കിൽ ഒരു നാളുണ്ട്. അപ്പ ഞങ്ങൾക്ക് മുണ്ടുകില്ല, ഞങ്ങളുടെ എന്തെല്ലാം ന്യായം ചെല്ല, ഞങ്ങൾ എന്തെല്ലാം വേണ്ടത് ഞങ്ങൾ ചെന്ന് തീർക്കടാ, ആരും ഞങ്ങൾക്ക് ചെല്ലങ്ങയില്ല അല്ലേ. ഹക്ക് ഞങ്ങൾ സ്വീകരിക്കുക റെഡിയില്ല. ഞാൻ ആക്കിയതേ സമ, ഞാൻ ചെന്നതേ സമ, നണ്ടതേ അഭിപ്രായ കറക്റ്റ്. സാധാരണയുണ്ട് 22 23 അല്ലെങ്കിലോ 18 10 20 വർഷത്തെത്തിയ പെണ്ണ് ഒരു ആണ് ഉണ്ട്. ബാപ്പ ഉമ്മടെ ആ ഒരു കൺട്രോൾ തപ്പിയിട്ട് പലക്കമേ വേറെ ആണെലക്കായിട്ടിക്കട്. അതല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. അതാ ഫസാദും ഫിത്നവും വേണ്ടാത്ത ബെടക്കത്തരം നിറഞ്ഞ കാലത്ത് ഇതിനെ പിടിച്ചിരുന്നവനായിട്ടിക്കടാ അവനുക്ക് 100 ഷഹീദ് ആൽമാരെ കൂലി ഉണ്ട്. എന്റെ ഏറ്റവും വലിയ പാടത്ത് അർഹമായ ഏറ്റവും വലിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാടി തന്ന ഏറ്റവും വലിയ ഹദീസ് ഉൾക്കൊള്ളേണ്ടതാണിത് അല്ലേ. ഇണ്ട് ഞങ്ങളെ ബെറലുടെ കൊടിയിലായിട്ടിക്കട് ബെടക്കത്തറവില്ലേ, ഞങ്ങളെ ഈ ബെറലുടെ കൊടിയിലായിട്ടിക്കട് ബെടക്കത്തറ, ഞങ്ങൾ ഈ ബെറലുടെ കൊടി ഞങ്ങൾ എപ്പറ ചലിസ്വാട്ടറമാ എപ്പറ ഞങ്ങൾ എടുത്തുപോടമാ അവിടെ ആയിട്ടിക്കട് ഞങ്ങളത് എല്ലോമില്ലേ. അവിടെ ഞങ്ങ അതിനെ വാപ്പനാക്കിയിട്ട് ഒരു നല്ലത് മാത്രമേ ഞങ്ങൾ ചെലവാക്കിയെങ്കിൽ അതാ ഞങ്ങളത് നല്ലതുക്ക് പോണ്ടു. ഞങ്ങളെ ഈ ബെറൽ എവിടെയെങ്കിലും ബെടക്കത്തറത്ത് പോയിട്ടുണ്ടായെങ്കിൽ പിന്നെ ഉടനേരം ബെടക്കിടെ മേലെ ബെടക്ക്
ബെടക്കിടെ മേലെ ബെടക്കുക പോയോണ്ടിക്കട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങമാർ, അൽയൗമ നഖ്തിം, അതാ സീൽ ബൈക്കിടെ പറഞ്ഞാലുണ്ട്. ആണ്ട് അതാ ചെന്നു കല്ലിമൂന ഐദീഹിം, ഞങ്ങളെ ബായിക്ക് സീൽ വെച്ചിട്ട് ഞങ്ങളെ കൈ ചെല്ലുക തുടങ്ങിട്. ഞങ്ങളെ കൈ ചെല്ല് ഓണി ഇങ്ങനെ ആക്കിയ, ഓണി ഇങ്ങനെ പോയ, ഓണി ഇങ്ങനെ എല്ലാം ആക്കിയ, ഓണി ഇങ്ങനെ എല്ലാം പലക്ക പറഞ്ഞ, അവിടെ വേണ്ടാത്തത് ചെയ്ത, ഇങ്ങനെ വല്ല വഞ്ചനാക്കിയ, ഓണ് മോശാക്കിയ, ബടക്കത്തരങ്ങൾ ചെയ്ത, സിന ചെയ്ത, വ്യഭിചരിച്ച, ഓരോന്ന് 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 ചൊല്ലുമ്പോ നാണില്ല ആക്കിട്ടില്ല, അത് ഔണാക്കിയോ അവനാക്കിയത് കൊണ്ട് ഇങ്ങനായോ, ഇല്ലെങ്കിൽ അങ്ങനെ ആവാത്ത എന്തും ചൊല്ലുകില്ല. അവിടെ സീൽ വെച്ചിട്ടായിട്. പിന്നെ ഉള്ളത് അതാ വതഷ്ഹദു അർജുലുഹും, അവന്റെ കാല് അതൊക്കെ സാക്ഷി ചെന്നോട്ടുണ്ട്. ആ ഒക്കവൻ അങ്ങനെ ആക്കിയ, അവളങ്ങനെ ആക്കിയാല് അവളങ്ങനെ പോയിടക്കൂ, അവളങ്ങനെ പലക്ക് പറഞ്ഞിടക്കൂ, അവളങ്ങനെ വഞ്ചനാക്കിയതൊക്കൂ, അവളങ്ങനെ മോശാക്കിയതൊക്കൂ, ചെന്നിട്ട് ഓരോന്ന് 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 وتشهد أرجلهم بما كانوا يكسبون, അതാ അവനാക്കിയ ഓരോന്നിനെയും അതാ എണ്ണോണ്ടുണ്ട്. അതെവിടെ കാല് സാക്ഷി നിക്കട്, ബായി ബന്ധായിട്ടിക്കട്, സീൽ വെക്കടനാല്. അതല്ലേ ചെന്നു ഈ സന്ദർഭം നിങ്ങൾക്ക് നേരിടണ്ടേ, ഞങ്ങൾ ഒന്ന് സലാമത്തായി കിട്ടണ്ടേ. ആ സിറാത്ത് പാലത്തിൽ കടക്കുമ്പോ അവിടെ ഒന്ന് സലാമത്തായി കിട്ടണ്ടേ. അത് കിട്ടണമെങ്കിൽ ഈ എന്റെ ശരീരത്തോട് കൂടും നിങ്ങളോട്ടൊക്കെ ചൊല്ലുള്ളത് അല്ലാഹുമായിട്ട് ഞങ്ങൾ മടങ്ങണോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എങ്ങനെയാണ് ഞങ്ങളെ ജീവിതത്തിന്റെ നീതി പരിപാടിയത്, അതുപോലെ ഞങ്ങൾ ചെയ്യുക നോക്കണോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആദ്യേ ചെന്നോട്ട് വന്നത് ഞങ്ങളെ ജീവിതം നീതികള് ഒന്ന് ചേഞ്ചസ് ആക്കുക നോക്കണു. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേയല്ലേ ആഖിറത്തെ ജീവിതത്തെ പേടിച്ചിട്ട് ഒരു മുഅ്മിനായ മനുഷ്യ അവന് ചിന്തിക്കുന്നത്, നാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഞാൻ ഒരു ഇഷ്ടപ്പെട്ട ആളായി ഞാൻ ജീവിക്കണോ. ചെന്നിട്ട് ആ ജീവിതം അതാണ് അവന്റെ ശാശ്വതമായ ജീവിത. അല്ലാഹു നിങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സദസ്സ് കടന്നു വന്നുകൊണ്ടുണ്ട്. എല്ലാവരും ഒന്ന് എണിച്ചു നിൽക്കാം. അഹ്ലു ബൈത്തിൽപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൽമാർ നല്ല ദൂരത്തിൽ കാണുമ്പോൾ എണിച്ചു നിൽക്കണം. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. അല്ലാഹു അക്ബർ അല്ലാഹു أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ಅಲ್ಲ ಎದುರು ಕುರ್ಸಲ್ಲ ಫಿಲ್ ಹಾಕು ಬರಬ ಎಲ್ಲ ಎದುರು ಎಲ್ಲ ಊರು ಕುರ್ಸು ಬಾಕಿ ಆಗಲ್ಲ ಎಲ್ಲ ಬರಬ. ഒരാള് ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ദർശനത്തോണ്ടിരിക്കുമ്പോ 2-3 മാട്ട എണിച്ചു നിണ്ടിട്ട് അപ്പോളായിട്ടിക്കട് ഇതുവരേക്കും കാണാത്ത ഒരു പ്രവൃത്തി ബഹുമാനപ്പെട്ട ഇമാം അവറുകൾ കണ്ടെത്തി ചെല്ലുമ്പോ ശിഷ്യന്മാർ കേട്ടാറ്, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എണിച്ചു നിൽക്കുക കാരണം. അപ്പ
അപ്പ ചെന്ന് നാണ് ദർശെടുത്തോണ്ടിരിക്കുമ്പോ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട നബി കുടുംബത്തിൽപ്പെട്ട ചെറിയൊരു കിടാവ് 2-3 വാട്ടൻ എന്റെ ദർശന ഇങ്ങനെ മുന്നോൽ ആ ദർശെടുക്കൽ മുതൽ ഇങ്ങനെ ബന്ധു പോയിട്ട് ആ കിടാവിടെ കാണുമ്പോൾ എനിക്ക് എണിച്ചു നിൽക്കാണ്ടാവില്ലേ, നാണ് എണിച്ചു നിൽക്കാണ്ടെന്നൊക്കെ മനസ്സായില്ലേ. അത് അത്രയും അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണേ, ആദരിക്കണേ. ആ ഒരു സ്വഭാവം നിങ്ങൾ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തവர்கள் ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ഇൻഷാ അല്ലാഹ് പിന്നെ മൗലിദെല്ലാം ഓതിട്ടായിട്ട് പ്രത്യേകമായിട്ട് പല ആൾക്കാരും ദുആക്കെല്ലാം ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ചെയ്തവர்கள் പ്രത്യേകമായി ദുആറക്കും ഞങ്ങളെ മൽജാ സ്ഥാപനയിലെ ഒരു വാര്യം പൊടിയായിട്ട് അവിടെയുള്ള എല്ലാ നടക്കുന്ന കാര്യക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനവറുകൾ ഈ ഭാഗത്തിലെല്ലാം സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് പിന്നെ നല്ല നിലക്ക് പ്രവർത്തിക്കടെ ചെയ്തവർ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ കാലം നമ്മൾ ഇതുപോലെ നേതൃത്വം തരുക തൗഫീഖ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ ആൾക്കാർ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി ദുആക്ക് ഏൽപ്പിച്ചുകൊള്ളാർ ഞങ്ങളെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനമായി ചെയ്തവർക്കെല്ലാം ദുആറക്കും എല്ലാം തീർന്ന് ചെയ്തവരുടെ ഉപദേശവും ദുആവും എല്ലാം കഴിഞ്ഞിട്ടല്ലാതായിട്ട് എല്ലാവരും പോവാവൂ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.